السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ദിവസം മൊഡ്യൂൾ 7 നമ്മൾ ഏലസൂർക്ക് ശകുനങ്ങൾ ഒക്കെ കണ്ടു അല്ലേ. ഇന്ന് ഇൻഷാല്ലാ ഫോർച്യൂൺ ടെല്ലിംഗ്, അതായത് ഭാവി പ്രവചനം, ഭാവി പ്രവചനം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അതിന്റെ നിർവചനം എന്താണ്, വിവിധ തരം ഭാവി പ്രവചനങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പിന്നിലുള്ള ഇസ്ലാമിക വിധി എന്താണ്, ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കാൻ പോണ ഒരു കാര്യം ജിന്നിന്റെ ലോകം. കാരണം ഈ ഭാവി പ്രവചനത്തിന് ജിന്നിന്റെ ലോകവും അവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനും ആയിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതും മനസ്സിലാക്കണം. അതും ഖുർആന്റെയും സുന്നത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിരിക്കുന്നതിന് അനുസരിച്ച് ഇൻഷാല്ലാ. കുറച്ച് ലോങ് ആയിരിക്കും ഇത്, കാരണം ജിന്നിന്റെ ലോകം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയമുണ്ട് ഇൻഷാല്ലാ. പിന്നെ ഞാൻ വിചാരിക്കുന്ന നമുക്കൊരു മൊഡ്യൂൾ ഒരു ദിവസം എന്നുള്ള രീതിയിൽ കൊണ്ടുപോയാൽ റംലാന് മുമ്പ് അഖീദ ഈ ഒരു ഫൗണ്ടേഷൻ തീർക്കാം. റംലാൻ കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഏതെങ്കിലും കോഴ്സിനൊക്കെ പോവാം ഇൻഷാല്ലാ. കാരണം റംലാന്റെ ഒരു ഗ്യാപ്പ് വരുമ്പോഴേക്കും മൊത്തം എല്ലാം ഡൈല്യൂട്ട് ആയി പോകും. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സിൽ ഒരു മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പറ്റുന്നിടത്തോളം മൂന്ന് മൊഡ്യൂൾ ഒരു എക്സാം അങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ റംലാന് മുമ്പ് തീർക്കാൻ പറ്റും ഇൻഷാല്ലാ. അപ്പം ഭാവി പ്രവചനത്തിനെ കുറിച്ച് പറയുമ്പം മറ്റേ നമ്മൾ മുമ്പ് പറഞ്ഞ ഏലസിന്റെ ഉറുക്കിന്റെയും പോലെ തന്നെ ശകുനങ്ങളുടെയൊക്കെ പോലെ തന്നെ ആളുകൾ ഇതിനകത്തേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് പ്രയോജനങ്ങൾ കിട്ടണം, ഉപദ്രവങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അല്ലെ. എല്ലാവർക്കും ലൈഫിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും സുഖമുള്ളത്, ഏറ്റവും സന്തോഷമുള്ളത്, പ്രയാസമില്ലാത്തതാണ് വേണ്ടത്. എന്തെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നും അല്ലെ, അതിപ്പോഴാണെങ്കിലും ഭാവിയിലാണെങ്കിലും അത് കിട്ടുന്നതിൽ നിന്ന് മാറി നിൽക്കണം അല്ലെ. അതുകൊണ്ടാണ് ഈ പരിഹാരം അല്ലെ, സുബ്ഹാനല്ലാഹ്, പരിഹാരക്രിയയുടെ പിന്നാലെ ആളുകൾ പലപ്പോഴും പോണത്. അപ്പം ആർക്കെങ്കിലും നമുക്ക് എന്റെ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വരും, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി അറിയാലോ. അപ്പൊ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടില്ലേ, അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, പിന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ പരിഹാരത്തിന്റെ പിന്നാലേക്ക് പോവാലോ, അങ്ങനെയുള്ള ചിന്തകളാണ് ആളുകളെ ഈ പറഞ്ഞ ഭാവി പ്രവചനത്തിലും, ലൈക്ക് ബേസിക്കലി നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇഹലോകത്തിന്റെ ഫ്രെയിംവർക്കിൽ ചിന്തിക്കുന്നത് കൊണ്ട് ഇഹലോകം എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തിലെ പ്രയാസങ്ങൾ തരുന്നത് നമ്മളെ പരലോകത്തിലേക്ക് പ്രിപ്പയർ ചെയ്യാനാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെ. പൊതുവെ നമ്മൾക്ക് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, നമ്മളെ മക്കൾക്ക് സുബ്ഹാനല്ലാഹ് കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഒരു പരീക്ഷയൊന്നും വരുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ബേജാറൊന്നുമില്ല. അവർ പഠിച്ചാലല്ലേ അവർക്ക് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങി അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് ആ ഒരു എക്സാമിന് നമ്മൾ മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കും. എന്നാൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് തകർന്ന് തരിപ്പണമായിപ്പോ, പിന്നെ നമ്മുടെ ജീവിതം അവിടെ നിന്ന് പോകും. ആക്ച്വലി ഇതൊരു പരീക്ഷയാണ്. ഇത് അവരെ പരലോകത്തേക്ക് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഭൂമിയിൽ അവർക്ക് കൊടുക്കുന്ന പരീക്ഷയാണ് അവർക്ക് വേണ്ടത്. അതിനെങ്ങനെ പാസ്സാവാം എന്നുള്ളതിന്റെ ടിപ്സും ട്രിക്സും അവർക്ക് അതിനു വേണ്ടി നമ്മൾ സാധാരണ സ്കൂളിലെ പരീക്ഷ വരുമ്പം എങ്ങനെ അവർക്ക് ഭക്ഷണവും കൊടുത്ത് അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് സെറ്റാക്കി അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുവോ, അതേ സപ്പോർട്ടാണ് അവിടെയും വേണ്ടത്. അവിടെ നമ്മൾ ഇല്ലല്ല എന്റെ മോക്ക് ബേജാറാവോള് പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യോ? ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യൂല അല്ലെ. പക്ഷെ ഇവിടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചോനെ അവരെ ആ പരീക്ഷണം ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പാമ്പർ ചെയ്ത് ഇല്ലാണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊടുക്കുന്ന പരീക്ഷണം അവര് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയേണ്ട ഒരു കാര്യമേ ഇല്ല, എന്നാൽ പോലും ഞാൻ ഒന്ന് റിലേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റായിട്ട് ഇരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത, അത് നമ്മളെപ്പോഴും ദുനിയാവി മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്, ആഖിറ മൈൻഡ് സെറ്റ് നമുക്ക് വരാത്തത് കൊണ്ട്. ഇനിയിപ്പോ വേറൊരാൾക്ക് നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഒരു പരീക്ഷണം വരുമ്പോഴും നമ്മൾ അതോ പാവുണ്ടാവട്ടോ വിഷമം എന്ന് വിചാരിക്കുന്നതും ഇതേ കാരണം കൊണ്ടാണ്. കാരണം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുന്നതാണെന്ന് ചിന്തിക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധി നമുക്ക് വരൂല. അപ്പൊ അല്ലെ,
അല്ലെ? അപ്പം അവർക്ക് ആ പരീക്ഷണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കല്ല വേണ്ടത്. അവർ ഈ പരീക്ഷണത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട്, ഇതിലെ ജയം എന്താണ്? ഏത് പരീക്ഷണം വന്നു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകൾ, അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, അതിനു വേണ്ടിയിട്ടുള്ള അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജയം. ഓക്കെ, അപ്പം നമ്മളൊരു ദുന്യവി മൈൻഡ് സെറ്റിൽ നിന്ന് വിട്ട് ആഖിറ മൈൻഡ് സെറ്റിലേക്ക് എത്തിയാലേ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കമ്മിങ് ബാക്ക് നമ്മുടെ ഈ ഭാവി പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇതാണ്, നമുക്ക് ഭാവി അറിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് നല്ലത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാവി പ്രവചനത്തിന്റെ പിന്നാലെ പോണത്. അപ്പം എന്ത് പേരിൽ നമ്മൾ വിളിക്കുകയാണെങ്കിലും, ഗണിച്ച് പറയുന്ന ആളെന്നോ, ഭാവി നോട്ടക്കാരൻ, കൈ നോട്ടക്കാരൻ, പക്ഷിശാസ്ത്രജ്ഞൻ, പണിക്കര്, ജ്യോതിഷര്, കണിയാന്, വെളിച്ചപ്പാട്, ശകുനനോട്ടം, വാട്ടവർ. അതിനിപ്പോ ഇസ്ലാമികമായിട്ട് ഇനി വേറെ വല്ല ടേംസ് ഒക്കെ നമ്മുടെ നാട്ടിലുകളൊക്കെ ഉണ്ടാവില്ലേ? പല ഉസ്താദുമാരും മാരണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് വേറെ പേരുകൾ ഉണ്ടോന്ന് അറിയില്ല, അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെയുള്ള എന്തൊരു കാര്യവും ഇതിനകത്ത് പെടും, ഈ ഭാവി പ്രവചനത്തിന്റെ കൂട്ടത്തിൽ പെടും. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പം പല രീതിയിലാണ് ഈ ഓരോ ആൾക്കാരും, ഓരോ പേരുള്ള ആളുകളും ഓരോ രീതിയാണ് അവർ പ്രാക്ടീസസ്, അല്ലെങ്കിൽ അവർ ആ പ്രോസസ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരും ഓരോന്ന് ചെയ്തിട്ടാണ് ഈ ഭാവി പ്രവചിച്ചു കൊടുക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾക്ക്, വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണിച്ചു കൊടുക്കുന്നതൊക്കെ വേറെ വേറെ രീതികളിലാണ് പല നാടുകളിൽ, പല മതങ്ങളിൽ, പല സമൂഹങ്ങളിൽ നടക്കുന്നത്. ഓക്കെ, അതിന് രീതികൾ പറയുകയാണെങ്കിൽ അതിനെ കുറിച്ചൊരു റിസർച്ച് നടത്താൻ പോയി കഴിഞ്ഞാൽ 1000-ലും 10,000-ലും ഒന്നും ഒതുങ്ങൂല. നമ്മളെ നാട്ടിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നത് തന്നെ ഒരു പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും എഴുതുകയാണെങ്കിൽ ചിലപ്പം 1000 തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അത്രയും വെറൈറ്റി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല നാടുകളിലും പലതും നടക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലരുടെ ഒരു രീതിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഖുർആൻ തുറന്നു വെച്ചിട്ട് ഖുർആനിൽ ഏതെങ്കിലും ഒരു ലെറ്റർ തൊടാൻ പറയും പോലും. അപ്പം കണ്ണടച്ചിട്ടോ എങ്ങനെയോ ഏതോ ഒരു ലെറ്ററിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ലെറ്ററിനെ അവരൊരു സിമ്പിളാക്കി മാറ്റും. എന്നിട്ട് ആ സിമ്പിളിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഇവരുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പല രീതികൾ, ആൾക്കാർക്ക് രീതികൾ ഉണ്ടാക്കാൻ എന്താ പ്രയാസം അല്ലെ? അപ്പൊ പലതും ഉണ്ടാക്കും. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാവി നേരത്തെ അറിയുക, പ്രയാസങ്ങള് ദോഷങ്ങള് തടുക്കുക എന്നുള്ളത്. ഇനി എന്തിനാണ് നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്? എന്ത് കാര്യമുണ്ട്? കാരണം നമ്മൾ പലരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകാത്ത ആളുകളാണ് അല്ലെ? എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ലേ? ഇതേ ഉത്തരം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഇവിടെ. നമ്മൾ ശരിക്കും അറിയുമ്പോഴേ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പെട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ? കാരണം നമ്മൾ പൊതുവെ ഇങ്ങനത്തേനൊക്കെ മൊത്തത്തിൽ അങ്ങ് ഡിനൈ ചെയ്യുക, നിഷേധിക്കുക ചെയ്യുക, അതിലൊന്നും ഒരു കാര്യമില്ല, അങ്ങോട്ടൊന്നും പോണ്ടെന്ന് പറയാ ചെയ്യുക അല്ലെ? പക്ഷെ അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ യാഥാർത്ഥ്യം? ഖുർആനും സുന്നത്തും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഖുർആനും സുന്നത്തും എന്ത് വിവരങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് തരുന്നത്? അങ്ങനെ നമുക്ക് അറിയുമ്പോഴേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും അല്ലെ? അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൺവിൻസ് ചെയ്ത് തെളിവുകളോട് കൂടി കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാ, നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരേക്ക് ഇവരെന്ത് വെട്ടിത്താ പറയുന്നത്? നമ്മൾ കാലങ്ങളായിട്ടില്ലേ നമ്മൾ ഖുർആനിലെ ആയത്തിൽ പറഞ്ഞതുപോലെ. കട്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നൈമന്റെ ഇതൊന്ന് ചെക്ക് ചെയ്യട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം കാലങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു വരുന്നതല്ലേ, ഇവരിതിപ്പോ എന്താ പറയുന്നത് അല്ലെ? അത് പാടില്ല പോലും, അങ്ങനെ അവർക്ക് തോന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന്റെ കാര്യഗൗരവം മനസ്സിലായി, അതിന്റെ തെളിവുകൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ശാന്തമായിട്ട് ഇരുന്ന് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഖുർആനിലും സുന്നത്തിലും ഇന്നത് പറഞ്ഞത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറഞ്ഞത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇതിന്റെ പിന്നിലുള്ള ഇസ്ലാമിക വിധികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും അലൗഡ് ഉണ്ട്? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ശകുനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് ഫൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് അനുവദനീയമാണ് അല്ലെ? ഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസത്തോടുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയുള്ള ഒരു സംസാരം, ആ ശകുനം അനുവദനീയമാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നത്, അത് അലൗഡ് ആണെന്ന് കണ്ടു. അതിന്റെ തെളിവുകൾ അല്ലെങ്കിൽ അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ എന്തെങ്കിലും അനുവദനീയമായതുണ്ടോ? ഇനി അനുവദനീയം അല്ലെങ്കിൽ അതിന്റെ ലെവൽ എന്താണ്, ഏതറ്റം വരെയാണ് അതിന്റെ ലെവലുകൾ? അതായത് നമ്മൾ കുഫ്റാണോ ചെയ്യുന്നത്, ഷിർക്കാണോ ചെയ്യുന്നത്, അതിന്റെ ശിക്ഷ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ ഇത് പഠിക്കാൻ ഒരുങ്ങുന്നത്. ഓക്കെ, ഇനി ഭാവി പ്രവചിക്കുന്നവരെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
അവർക്ക് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു അറിവും ഒരു രഹസ്യവും അറിയൂല. ഓക്കെ, അവര് അവരുടെ മുമ്പിൽ ഒരു കസ്റ്റമർ, ഇപ്പൊ അങ്ങനത്തെ ബോർഡുകൾ നമ്മുടെ നാട്ടിലെല്ലാ സ്ഥലത്തും കാണാം അല്ലെ, പല പേരുകളിൽ. അപ്പൊ അവരുടെ അടുത്ത് ചെന്നു അവരുടെ കസ്റ്റമർ വരുമ്പം അവരെന്താ വെച്ചാൽ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ, എല്ലാ മനുഷ്യന്മാരുടെ കാര്യത്തിലും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് പറയാ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അവർ ചില ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ലാത്ത ചില റിച്വൽസ്, ഇപ്പം ഈ കബഡി നിരത്തുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പലതും ഉണ്ട്. ഇപ്പം പക്ഷിയ ശാസ്ത്രജ്ഞനാണെങ്കിൽ അപ്പം അവരിങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് ഏകദേശം ഒരു കാൽക്കുലേറ്റഡ് ഗസ് വർക്ക് അവർ ചെയ്യും. അത് ഒരു ജനറൽ കാര്യങ്ങളായിരിക്കും പറയാം. അതായത് സാധാരണ ഒരാൾ ഇപ്പൊ ഒരു 10, 20, 25 വയസ്സായ ഒരു യുവാവ് വന്നു കഴിഞ്ഞാൽ പറയും നിന്റെ വിവാഹം ഏകദേശം ഇത്ര സമയത്തിനുള്ളിൽ നടക്കും, അല്ലെങ്കിൽ നീ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അങ്ങനെയൊക്കെ അങ്ങ് കുറച്ചധികം കാര്യങ്ങൾ, ഒരു 10-20 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിടും. ഇനി അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാവും, എന്തെങ്കിലും ഒരു നഷ്ടം വരുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇത് കുറേ കാര്യങ്ങൾ ഇവർ പറയുമ്പം ഇതെല്ലാം പിറ്റേ ദിവസം നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ അല്ലെ, ഒന്നും സ്വാഭാവികമായും ഇപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകും. നമുക്ക് അന്നന്ന് യൂസ് ചെയ്യുന്ന അപ്പൊ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഖുർആൻ ഹിഫ്ലാക്കുന്നവർക്ക് അറിയാം അല്ലെ, നമ്മളത് ഡെയിലി റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോവും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം, പിന്നീട് ഒരിക്കൽ നമ്മൾ അത് റിവിഷന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. പക്ഷെ നമ്മൾ റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അതേപോലെ ഇയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു 10-25 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിറ്റേ ദിവസം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. പക്ഷേ ഈ പറഞ്ഞ ഒരു 20-25 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നടക്കും. ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ ഇയാൾക്ക് ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ കിട്ടും. അപ്പൊ അന്നാ ജോത്സ്യം പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, അയാൾ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം നടന്നത് കൊണ്ട് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്ന ആ കാര്യത്തിൽ നിന്ന് ഇതങ്ങോട്ട് പുറത്തേക്ക് ഒരു ശരിയാട്ടോ അയാള് പറഞ്ഞത്, അയാൾക്ക് എന്തോ ഒരു ഇതുണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയാണ് ഈ ആദ്യം പറഞ്ഞ കാറ്റഗറി, പ്രത്യേകിച്ച് അറിവും കഴിവും ഈ കാര്യത്തിൽ ഒരു നോളജും ഇല്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പം അമേരിക്കയിലൊക്കെ ഓരോ കൊല്ലത്തിന്റെ, നമ്മളെ നാട്ടിലും ഉണ്ട് കേട്ടോ, പല മാഗസിൻസിലും കാണാം, ഓരോ കൊല്ലത്തിന്റെ ആദ്യത്തില് ആ ഒരു കൊല്ലത്തെ മുഴുവൻ പ്രെഡിക്ഷൻസ് ചില ഭാവി പ്രവാചകന്മാർ ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. അവര് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വരാറുണ്ട്. ഒരു കൊല്ലം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ അവർ ഭയങ്കര ഫേമസ്, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളും പറയും. പിന്നെ ഓരോ തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇന്ന നക്ഷത്രത്തിന്റെ ആൾക്ക് ഇന്നത് സംഭവിക്കും എന്ന് പറയും. അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ പറയും. അതില് നമ്മള് മുമ്പ് വായിച്ചു നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഒരു 10-100 കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1-2 നടക്കുമ്പോഴേക്കും അന്ന് അതിൽ പറഞ്ഞിനല്ലോ അല്ലെ. അങ്ങനെ ഇതുപോലെ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു 1980. അപ്പം ഇതുപോലെ ഫോർച്യൂൺ ടെല്ലേഴ്സ്, ഈ ഭാവി പ്രവചകന്മാർ പറഞ്ഞ അതും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പറയുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയപ്പം അതിനകത്ത് വെറും 24% മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളുടെ ഭാവി പ്രവചനത്തിൽ പോലും കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അത് ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാലും കറക്റ്റ് ആവും, ഇതുപോലെയുള്ള കോമൺ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, ഇനി രണ്ടാമത്തെ വിഭാഗം ഭാവി പ്രവചനം എന്ന് പറയുന്നത് ജിന്നുകളുമായിട്ട് സമ്പർക്കം, ഒരു കോൺട്രാക്ട് പുലർത്തുന്ന ഒരു വിഭാഗമുണ്ട്. ഓക്കെ, സുബ്ഹാനല്ലാഹ്, ഇവരെ കുറിച്ച് അറിയല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ്, അവർ എന്ത് വഴിയിലൂടെയാണോ ഇവിടെ ഭാവി പ്രവചിക്കുന്നത് ആ ഒരു പ്രോസസ്സിനകത്ത് ഷിർക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഷിർക്ക് ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് അറിയല് നിർബന്ധമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഈ രീതിയിൽ ഭാവി പ്രവചനം നടത്തുന്നവരുടെ പ്രവചനങ്ങള് പൊതുവെ മറ്റ് ഗ്രൂപ്പിനേക്കാളും കുറച്ചും കൂടെ ഹൈ ആയിട്ട് കറക്റ്റ് ആയിരിക്കാൻ, അവരുടെ ഇൻഫർമേഷൻ ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരെക്കാളും കമ്പാരിറ്റീവ്ലി, ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ ഗ്രൂപ്പിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ, 100% എന്നല്ല പറയുന്നത്, മെച്ചപ്പെട്ട രീതിയിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും. മാത്രമല്ല ഇവരാണ് ഈ ആക്യുറസി കൊണ്ട് തന്നെ, ഈ കറക്ഷൻ കൊണ്ട് തന്നെ ഇവര് വലിയ ഒരു ഫിത്നയാണ് സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിനും ഫിത്നയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയുമ്പം ആളുകൾ വിശ്വസിച്ചു പോകും.
സുബ്ഹാനല്ലാഹ്. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഇതുപോലെയുള്ള ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതിന് മുമ്പും ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ മെസ്സേജസ് വരും. അപ്പോൾ പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു സിഹറും ഇൻഷാ അല്ലാഹ് നമുക്ക് സാവധാനം പഠിക്കാം കേട്ടോ അടുത്ത മൊഡ്യൂളിൽ. അപ്പം സിഹറൊക്കെ നടന്ന സാഹചര്യത്തിൽ അവർ ഏതെങ്കിലും ഉസ്താദിനെ വിളിക്കും. അപ്പം ഉസ്താദിന്റെ അടുത്ത് ഈ സിഹറിനെ എതിരെ ചെയ്യാനോ ഫോറോ എഗെയിൻസ്റ്റ് വാട്ട് എവർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിനെ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആളുകൾ, ഉസ്താദൊന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഇതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വിളിക്കുമ്പോൾ കറക്റ്റ് ഫോണിൽ തന്നെ ഈ പറഞ്ഞ ഫോൺ എടുക്കുന്ന അപ്പുറത്തെ സൈഡിലുള്ള ആള് പറയും, നിങ്ങളെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന മൂലയ്ക്ക് ഇന്നൊരു സാധനം കുഴിച്ചിട്ടിട്ടുണ്ടാവും, അത് നോക്കുന്ന്. സുബ്ഹാനല്ലാഹ്, അത് അവിടെ ഉണ്ടാവുകയും ചെയ്യും. വിശ്വസിക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അല്ലെ? ഇത്ര കറക്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം തകിട് അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ കുടം കുഴിച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാര് വിശ്വസിച്ചു പോകൂലേ? അപ്പം ഇതിന്റെയൊക്കെ പിന്നില് എന്തോ ഉണ്ട്. ആ എന്തോ ഉള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ജിന്നുകളുടെ ആ ഒരു ലോകം, ഓക്കെ, അതെങ്ങനെയാണ്, അവരുടെ ലോകം എന്താണ്, അതിന് ഖുർആനിലും സുന്നത്തിലുമുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മുടെ 3-4 മൊഡ്യൂളുകളുടെ അടിസ്ഥാനമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മൊഡ്യൂളുകളൊക്കെ നിങ്ങൾക്ക് പൊതുവെ സിമ്പിളായിട്ട് മനസ്സിലാവും. സിഹർ എന്താണെന്നും ജിന്ന് ബാധ എന്താണെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ജിന്നുകളുടെ ലോകം എന്ന് പറയുമ്പോൾ, ജിന്നുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, പലരും അങ്ങനെ ഒരു സംഭവമേ, അതായത് ജിന്നുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് അങ്ങനെ ഒരു നിലനിൽപ്പേ ഇല്ല, ഓക്കെ, എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഖുർആൻ ഒരു സൂറത്ത് മുഴുവനും, സൂറ അൽ ജിന്ന് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ജിന്നുകൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ വെച്ചിരിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റൻസ്, ജിന്നിന്റെ നിലനിൽപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ജിന്നുകൾ നിലനിൽക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ നിലനിൽപ്പ്? ഇനി അവരുടെ നിലനിൽപ്പ് കൊണ്ട് നമുക്ക് മനുഷ്യന്മാർക്ക് ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? നമ്മളുടെ തൗഹീദിന് അല്ലെങ്കിൽ നമ്മളുടെ ഇസ്ലാമികപരമായ ജീവിതത്തിന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയുള്ള ജീവിതത്തിന് ഏത് രീതിയിലാണ് അവയ്ക്ക് ബാധിക്കാൻ പറ്റുക? ഇനി അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് വിഷമിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മളെ നാട്ടില് സുബ്ഹാനല്ലാഹ് പല തർക്കങ്ങളും അല്ലെ ജിന്നിന്റെ വിഷയത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊന്നും നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജിന്ന്, അവ നിലനിൽക്കുന്നുണ്ടോ, എന്ത് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് അവർ മനുഷ്യന്റെ ജീവിതത്തിന് ഉണ്ടാക്കാൻ പോവുക, അത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉപദ്രവങ്ങൾ വരുത്തുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് ചെയ്യണം, അത്രയും നമുക്ക് അറിയേണ്ടതുള്ളൂ. ഓക്കെ, അപ്പം ജിന്ന് പറയുന്ന വാക്ക് ജന്ന യജുന്നു, ഓക്കെ, അതിൽ ജീം നൂൻ ആണ്, അതിൽ നിന്ന് വരുന്നതാണ്. ജന്ന യജുന്നു എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക, മറയ്ക്കുക, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക, ഒളിഞ്ഞിരിക്കുക എന്ന്, ആ രണ്ട് രീതിയിലും മറയ്ക്കുക അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ജന്ന യജുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ ജിന്നുകൾ ഇല്ല എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ, ഈ വാക്കിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് ഫോറിനേഴ്സ് ആണ്, അതായത് വിദേശ നാടുകളിലുള്ള ആളുകൾ. അതുകൊണ്ട് നമുക്ക് അവരെ കാണാൻ പറ്റൂലല്ലോ സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത് ട്വിസ്റ്റ് ചെയ്തിട്ട് പല രീതിയിൽ അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇനി വേറെ ചിലർ പറയും ശരിക്കും ജിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാർ തന്നെയാണ്, അവർക്കൊരു ശരിയായ എന്താ പറയാ മൈൻഡ് ഇല്ല, ശരിക്കും മനസ്സ് ശരിക്കും വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള മനുഷ്യന്മാരാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഫിയർ, ഒരു ജ്വലിക്കുന്ന ഒരു പ്രകൃതം ഉള്ളത് കൊണ്ട് അവരെ നമ്മൾ കാണാത്തതാണെന്ന് പറയും. അങ്ങനെയൊക്കെ പല രീതികൾ ജിന്നുകൾ ഇല്ലാന്ന് വാദിക്കുന്ന ഒരുപാട് എക്സ്പ്ലനേഷൻ, കാരണം എന്തെങ്കിലും ഒന്ന് ഉണ്ടെന്നും ഇല്ലാന്നും പറയണമെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ വേണമല്ലോ അല്ലെ. ഇല്ലാന്ന് വാദിക്കുന്ന പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാല് മനുഷ്യന്മാരുടെ കൂടെ ഭൂമിയിൽ നിലനിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട സൃഷ്ടികളാണ് ജിന്നുകൾ. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു തആല ജിന്നുകളെ ജ്വലിക്കുന്ന അഗ്നിജ്വാലയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് തെളിവുകളിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. മനുഷ്യന്മാരുടെ മുന്നേ അല്ലാഹു സുബ്ഹാനഹു തആല ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്ത് ഹിജ്റില് 26-27 ആയത്തുകൾ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം, അതിനു മുമ്പ് ഓക്കെ, മിൻ ഖബ്ലു അതിനു മുമ്പ് ജിന്നിനെ അത്യുഷ്ണമുള്ള അഗ്നിജ്വാലയിൽ നിന്ന് നാം സൃഷ്ടിച്ചു. ഓക്കെ, ഇത് സൂറത്ത് ഹിജ്റിലെ 26-27 ആയത്തുകളാണ്. അപ്പം ജിന്നുകൾ ഉണ്ടെന്നുള്ളതും
മനുഷ്യന്മാർക്ക് മുമ്പേ അവരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതും അവർ അഗ്നിജ്വാലയിൽ നിന്ന് തീയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു സൃഷ്ടികളാണെന്നുള്ളതും സുബ്ഹാനല്ലാഹ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആ പേര് വരാനുള്ള കാരണം നമ്മുടെ കണ്ണിൽ നിന്ന് മറയ്ക്കപ്പെട്ടതായതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇബ്ലീസ് അല്ലെ, ഷെയ്ത്താൻ ജിന്നിന്റെ വർഗത്തിൽ നിന്നാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറയുന്ന സമയത്ത് മലായിക്കത്തിന്റെ കൂടെ അവൻ ഉണ്ടായിരുന്നു. നമ്മൾ സൂറത്ത് ബഖറയിലെ 30, 31, 32 ആയത്തുകൾ, ആ ഒരു 37 വരെയൊക്കെയുള്ള ആയത്തുകൾ വിശദീകരണത്തിൽ ഉള്ള ആളുകൾക്ക് അറിയാം അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം സുബ്ഹാനല്ലാഹ്, അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിന്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മലക്കുകളുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും എന്താണ് ജിന്ന് എന്താണ് ഇബ്ലീസ് ഒരു മലക്കല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം അവന്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ നിരാകരിച്ചു അല്ലെ, വസ്തക്ബറ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശൈത്താൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. സൂറത്ത് സ്വാദില് 76-ാമത്തെ ആയത്ത്, ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനെ, അതായത് മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു. ആര്? ഇബ്ലീസിലെ. എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു റിപ്പോർട്ടിൽ ഖലഖ്തുൽ മലായികതു മിനൻ നൂർ വഖലഖൽ ജാന്ന മിൻ മാരിജി മിൻ നാർ. മലായികത്ത് പ്രകാശത്തിൽ നിന്നും ജിന്നുകള് പുകയില്ലാത്ത ഒരു തരം തീയിൽ നിന്നും, അഗ്നി ജ്വാലയിൽ നിന്നുമാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം തെളിവുകളുണ്ട് ജിന്നുകളുടെ കാര്യത്തിൽ അല്ലെ. സൂറത്ത് കഹ്ഫില് സുബ്ഹാനല്ലാഹ് 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ. നാം മലക്കുകളോട് നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക എന്ന് പറഞ്ഞ സന്ദർഭം വളരെ ശ്രദ്ധേയമത്രേ. അവർ പ്രണാമം ചെയ്തു, ഇബ്ലീസ് ഒഴികെ, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. അപ്പം ഇബ്ലീസ്, ഷെയ്ത്താൻ ജിന്നിൽ പെട്ടവനാണെന്നും ജിന്നിനെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും മനുഷ്യന്മാരുടെ മുന്നേ സൃഷ്ടിച്ചതാണെന്നും ഒക്കെയുള്ള തെളിവുകൾ ഖുർആനിൽ നിന്ന് തന്നെ കണ്ടു അല്ലെ. അതുകൊണ്ട് തന്നെ ജിന്നുകൾ ഇല്ലാന്ന് പറയലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമേ വേണ്ടാന്ന് പറയലും, അല്ലെങ്കിൽ അവൻ ശരിക്കും മലക്കാണ്, മലക്കുകളിൽ നിന്ന് എന്താണ് തരം താഴ്ന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അനുസരിക്കാതെ താഴ്ന്നു പോയ ഒരു മലക്കാണെന്ന് പറയലും ഒന്നും അനുവദനീയമല്ല. ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള, ഖുർആനിലും ഹദീസിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ജിന്നുകളെ അവയുടെ നിലനിൽപ്പിനനുസരിച്ച് 3 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നതായിട്ട് തബരിയും അൽ ഹക്കീമും കളക്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ജിന്നുകൾ 3 തരത്തിലാണ്. ഒന്ന് സ്ഥിരമായിട്ട് വായുവിലൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തത് പാമ്പുകളും പട്ടികളുമായിട്ട് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു സൈഡിൽ, ഏതെങ്കിലും ഒരു, അതായത് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മാറി സഞ്ചരിക്കാതെ ആ ഒരു ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ വേറൊരു ഭാഗത്തായിട്ട് അങ്ങനെ ഭൂമിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിലകൊള്ളുന്ന മൂന്നാമതൊരു വിഭാഗം. ഈ ഒരു ഹദീസിന്റെ മലയാളം ടെക്സ്റ്റ് കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. കറക്റ്റ് ടെക്സ്റ്റ് കിട്ടാത്തത് എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. 3 ടൈപ്പാണ് നിലനിൽപ്പിനനുസരിച്ച്. ഒന്ന് എയറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, 2 പാമ്പുകളും പട്ടികളുമായിട്ട് ഉള്ളത്, മൂന്നാമത്തത് ഭൂമിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന രീതിയിലുള്ള ജിന്നുകൾ. ഇനി ജിന്നുകളെ അവയുടെ വിശ്വാസത്തിനനുസരിച്ച് 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ, അതായത് വിശ്വാസികളും കാഫിറുകളും അവിശ്വാസികളും. മുഅ്മിനുകളും കാഫിറുകളുമായിട്ട് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ നമുക്ക് കാണാം. സൂറത്ത് ജിന്നില് 1 മുതൽ 3 വരെയുള്ള ആയത്തുകളും 14, 15 ആയത്തുകളും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. 1 മുതൽ 3 വരെയുള്ള ആയത്തുകളിൽ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. നബിയെ പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം സമൂഹത്തോട്, അതായത് ജിന്നുകളുടെ സമൂഹത്തോട് പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഇത് ജിന്നുകൾ പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലെ യാത്രയുടെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലെ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു ഖുർആൻ ഓതുന്ന സമയത്ത് ജിന്നുകൾ അത് കേട്ടിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്. സുബ്ഹാനല്ലാഹ്, ജിന്നുകൾ കേട്ടിട്ട് അവർ പറഞ്ഞ അവരുടെ ഡയലോഗുകളാണ്, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദി ഇല റുഷ്ദി ഫആമന്ന ബിഹി
വലൻ നുഷ്രിക് ബിറബ്ബിന അഹദ. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, എന്ത്? ഖുർആൻ. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയേ ഇല്ല. നമ്മൾ പറഞ്ഞു ജിന്നുകളിൽ എന്താണ് വിശ്വാസികളും അവിശ്വാസികളുമായ ജിന്നുകളുണ്ടെന്ന് അല്ലെ. തുടർന്ന് മൂന്നാമത്തെ ആയത്തില് വഅന്നഹു തആല ജദ്ദു റബ്ബിന മത്തഖദ സ്വാഹിബതൻ വലാ വലദ. നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു, അവൻ കൂട്ടുകാരിയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. ഇത് ജിന്നുകൾ പറയുന്ന കാര്യമാണ്. അപ്പം അവരിലെ വിശ്വാസികൾക്കുള്ള തെളിവുകളാണിത്. ഇനി അവരിലുള്ള അവിശ്വാസികൾ വഅന്ന മിനൽ മുസ്ലിമൂന വഅന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദ. ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു. വഅമ്മൽ ഖാസിതൂന ഫകാനൂ ലിജഹന്നമ ഹതബ. അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിനുള്ള വിറക് ആയി തീരുന്നതാണ് എന്നും അവർ പറഞ്ഞു. അപ്പം ജിന്നുകൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ജിന്നുകളിൽ വിശ്വാസികളും അവിശ്വാസികളും ഉള്ളതായിട്ട് തെളിവുകൾ ഉണ്ട്. ഇനി ജിന്നുകളിലുള്ള അവിശ്വാസികൾ, ഓക്കെ, വിശ്വാസമില്ലാത്ത കാഫിറുകളായിട്ടുള്ള ജിന്നുകളെ പല പല പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഇഫ്രീത്ത്, ഷെയ്ത്താൻ, ഖരീൻ. ഇനി നമ്മൾ മലയാളത്തിൽ പറയുന്ന പിശാജ്, ചെകുത്താൻ, ഭൂതം, ദുർഭൂതം, ദുരാത്മാവ്, പ്രേതാത്മാവ്, യക്ഷി, സുബ്ഹാനല്ലാഹ്. അങ്ങനെ പല പല പേരുകളിൽ നമ്മൾ അവയെ വിളിക്കാറുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട, അതായത് കുഫറുള്ള കാഫിറുകളായ ജിന്നുകളിൽ പെട്ട ഏത് പേരായിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇഫ്രീത്ത് ആയിക്കോട്ടെ, ഷെയ്ത്താൻ, ഖരീൻ, ഡീമൺ, ഡെവിൾ, സ്പിരിറ്റ്, ഗോസ്റ്റ്, ദുർദേവത, ദുർഭൂതം, ആത്മാവ്, എന്തായിക്കോട്ടെ, അത് മനുഷ്യനെ പല രീതിയിൽ എപ്പോഴും മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വഴി തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ മെയിൻ ഡ്യൂട്ടി ഇതാണ്. അവരുടെ ലീഡർ ഇബ്ലീസ് ആണ്. ഇബ്ലീസ് അവർക്ക് പണികൾ കൊടുത്തോണ്ടേയിരിക്കും. അവർ ഡെയിലി അത് റിവ്യൂ ചെയ്യുമെന്നൊക്കെ സുബ്ഹാനല്ലാഹ് നമുക്ക് ഹദീസുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവരുടെ പണി ഇതാണ്. അവർ ആ പണി ചെയ്തുകൊണ്ടേയിരിക്കും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നമ്മളെ പണി എന്താണ്, നമ്മൾ ആ പണി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അല്ലെ. മനുഷ്യരിൽ നിന്നും ശൈത്താനുകൾ ഉണ്ട് അല്ലെ. നമ്മൾ സൂറത്ത് ബഖറ പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനുഷ്യരിലെ ശൈത്താനുകളാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. അവരവരുടെ പണി നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പല പേരുകളിൽ, പല രീതികളിൽ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ കൂടെ, നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ കൂടെ ഒരു ജിന്നുണ്ട്, നമ്മളെ അക്കമ്പനി ചെയ്യുന്ന, നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഒരു സഹാബ് പോലെ, നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ. ആ ജിന്നിന്റെ പേരാണ് ഖരീൻ. ഓക്കെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെ ടെസ്റ്റിന്റെ ഭാഗമാണ്. കാരണം മൂപ്പര് നമ്മളെപ്പോഴും തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ ഇച്ഛകളെ പിന്തുടരാൻ വേണ്ടിയിട്ട്, ശുഭഹാത്തിന് വേണ്ടി, ഷഹവാത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നന്നാവുന്ന മൂപ്പർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളുമില്ല ജിന്ന് വർഗത്തിൽപ്പെട്ട അവന്റെ ഒരു കൂട്ടുകാരനും മലക്കുകളിൽപ്പെട്ട അവന്റെ ഒരു കൂട്ടുകാരനും അവന്റെ കാര്യത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ട നിലയിലല്ലാതെ. അത് നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ജിന്നിന്റെ വർഗത്തിൽപ്പെട്ട ഒരാളും ഉണ്ടാവും, മലക്കിന്റെ വർഗത്തിൽപ്പെട്ട ഒരാളും ഉണ്ടാവും അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിലാണ് അല്ലെ. നമ്മൾ മൂപ്പര് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ലോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇച്ഛകളെ പിന്തുടരാൻ വേണ്ടിയിട്ട് അല്ലെ, ശുഭഹാത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പുറത്ത് മലായിക്കത്ത് ഇല്ല, അത് തെറ്റാണ് അല്ലെ, നമ്മളെ കൂടെയുള്ള മലക്ക് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഈ രണ്ട് കൂട്ടരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കും ഇത് കേൾക്കുമ്പോൾ, അപ്പൊ നബിയെ അവിടത്തേക്കോ താങ്കളുടെ കൂടെയോ ഉണ്ടോ എന്ന് സഹാബാക്കൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എനിക്കുമുണ്ട്. പക്ഷേ അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സഹായിച്ചു, അതിനാൽ അവൻ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഖരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖരീനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖരീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഖരീൻ അവന് അദ്ദേഹത്തിന് ഗുണകരമല്ലാത്ത ഒന്നും കൽപ്പിക്കുകയില്ല. ഓക്കെ, സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കൂടെയും ഒരു ഖരീൻ ഉണ്ട്. ഇനി ഇത്രയും അല്ലെ ജിന്നുകൾ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി, അവിടെ നിലനിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കി, അവരിൽ എന്തൊക്കെ ഏത് ടൈപ്പൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി, അവരിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്ന് മനസ്സിലാക്കി, അവിശ്വാസികളുടെ അജണ്ട, അവിശ്വാസി ജിന്നുകളുടെ മെയിൻ പണികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. നമ്മളുടെ ഓരോരുത്തരുടെ കൂടെയും, ഓരോ മനുഷ്യന്മാരുടെ കൂടെയും എപ്പോഴും ഒരു ഖരീൻ, നമ്മളെ ചീത്ത കാര്യങ്ങളിൽ പെടുത്താൻ താല്പര്യമുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജിന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇതേ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഉണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെതിരെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്,
സുലൈമാൻ അലൈഹിസ്ലാമിന്റെ ജിന്നുകളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കണം. ഇതും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുലൈമാൻ അലൈഹിസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ മേലെ ഭയങ്കര അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ജിന്നുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ. സൂറത്ത് നംലില് 17-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്വൈരി ഫഹും യൂസഊൻ. സുലൈമാനു വേണ്ടി ജിന്നിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട തന്റെ സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു. അങ്ങനെ അവരതാ ക്രമപ്രകാരം നിർത്തപ്പെട്ടിരിക്കുന്നു. സൂറത്ത് നംലില്. ഓക്കെ. പക്ഷേ ഈ ഒരു പവർ ഇങ്ങനെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ വേറെ ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ കൺട്രോൾ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന പവർ വേറെ ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. ഓക്കെ. സ്വഹീഹ് ബുഖാരിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് കാണുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ടോ, ഇഫ്രീത്ത് എന്റെ നമസ്കാരം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ പിടികൂടാൻ വന്നു. എന്നാൽ അള്ളാഹു എനിക്ക് അവന്റെ മേൽ ശക്തി നൽകുകയും ഞാൻ അവനെ കീഴടക്കുകയും ചെയ്തു. നിങ്ങൾ എല്ലാവരും കാണത്തക്ക വിധം അവനെ പള്ളിയുടെ തൂണുകളിൽ ഒന്നിൽ കെട്ടിയിടണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്റെ സഹോദരൻ സുലൈമാൻ അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥന ഞാൻ ഓർത്തു. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം വിവരിക്കുകയാണ്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന റിപ്പോർട്ടാണ് ഇത്. ഓക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന് ഇടയ്ക്ക് ബുദ്ധിമുട്ടിച്ച ഇഫ്രീത്ത്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശക്തി കൊടുത്തിട്ട് ഇബ്ലീസിനെ, ഈ ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നിനെ കീഴടക്കാൻ പറ്റി. അപ്പം എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തൂണിൽ ഒന്ന് കെട്ടിടണം എന്ന് വിചാരിച്ചപ്പോഴാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ദുആ എനിക്ക് ഓർമ്മ വന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാം എന്താ ദുആ ചെയ്തത്? എന്റെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്തു തരികയും എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാത്ത ഒരു രാജവാഴ്ച നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹു അവനെ, ആ പിശാചിനെ നിന്ദ്യമായി മടക്കി. അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പറയാണ്, ഖാല റബ്ബി അഗ്ഫിർ ലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. എനിക്ക് നീ പുറത്തു തരണം, എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാത്ത, ആർക്കും പിന്നെ അത് കൊടുക്കാൻ പാടില്ല അല്ലെ, അതുപോലെയുള്ള ഒരു രാജവാഴ്ച എനിക്ക് തരണമേ. അപ്പം ഇഫ്രീത്ത് എന്ന് പറയുന്നത് ജിന്നുകളുടെ കൂട്ടത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെയധികം കുടിലമായിട്ടുള്ള ഒരു ജിന്നാണ്. ഓക്കെ. അപ്പം ഇഫ്രീത്തിനെയും അതുപോലെ എല്ലാ ജിന്നുകളെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺട്രോളിലാക്കി കൊടുത്തിട്ടുണ്ട്. സൂറത്ത് സ്വാദില് 36-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഖർനാ ലഹു റീഹ തജ്രി ബി അംരി സുഖാഅൻ ഹൈസു അസ്വാബ. അപ്പോൾ അദ്ദേഹത്തിന് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. കാരണം വേറെ ആർക്കും ഇല്ലാത്തത് എനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് അല്ലെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഓരോ കാര്യങ്ങൾ പറയാം. കാറ്റിനെ ഞാൻ കീഴ്പ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ലക്ഷ്യമാക്കിയിടത്തേക്ക് സൗമ്യമായ നിലയിൽ അത് സഞ്ചരിക്കുന്നു. കാറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ കൊടുത്തു. 37-ാമത്തെ ആയത്തില് വശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്, എല്ലാ കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരുമായ പിശാചുക്കളെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഓക്കെ. എല്ലാ രീതിയിലുള്ള പിശാചുക്കളെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. തുടർന്ന് വആഖരീന മുഖറനീന ഫീൽ അസ്ഫാദ്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മറ്റു പിശാചുക്കളെയും അധീനപ്പെടുത്തി കൊടുത്തു. സൂറത്ത് സ്വാദ് 36, 37, 38 ആയത്. അപ്പം ഇത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു പ്രത്യേക കൺട്രോളാണ്, ഒരു പ്രത്യേക കഴിവാണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ജിന്നുകളുടെ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കി, അവ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി, അവരിൽ 2 വിഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി, രണ്ടാമത്തെ വിഭാഗം കാഫിറുകളാണെന്ന് മനസ്സിലാക്കി. അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ എന്ത് രൂപത്തിലാണെങ്കിലും മനുഷ്യന്മാരെ വഴിതെറ്റിക്കാന്നുള്ളതാണ്, മനുഷ്യന്മാരെ തൗഹീദിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഒക്കെ വഴിതെറ്റിക്കാന്നുള്ളതാണെന്ന് മനസ്സിലാക്കി. ഇനി ജിന്നുകളെ കൺട്രോളിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതായത് ജിന്നുകളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്, അദ്ദേഹത്തിന്റെ ദുആയുടെ ഭാഗമായിട്ട്. ഇനി നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യമുണ്ട് അല്ലെ. ഈ ഭാവി പ്രവചനത്തിന്റെ കാര്യമാണ് നമ്മൾ തുടങ്ങിയത്. ഭാവി പ്രവചനം 2 രീതിയിലാണ്. ആദ്യത്തത് ഒന്നും അറിയാണ്ട് എന്തൊക്കെയോ ഒരു കാൽക്കുലേറ്റഡ് ഗെസ് പോലെ കുറച്ച് പറയും. അവർ കുറെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോവും. പിന്നീട് എപ്പോഴെങ്കിലും അതെന്തെങ്കിലും നടക്കുമ്പോൾ അന്ന് ആ ജ്യോത്സ്യൻ അല്ലെ, ആ കൈനോട്ടക്കാരൻ പറഞ്ഞ കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കാം അയാൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. അപ്പം അത് വെറും ഒരു കാൽക്കുലേറ്റഡ് ഗസ് വർക്ക് മാത്രമാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ഉണ്ട്. അവരെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ജിന്നുകളുമായിട്ട് ഒരു കോൺട്രാക്ട് പുലർത്തിയിട്ടാണ്. അപ്പം
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജിന്നുകളെ കുറിച്ച് സംസാരിച്ചത്. ഇനി നമുക്ക് അവരുടെ കാര്യത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഭാവി പ്രവചനം ജിന്നുകളുമായുള്ള സമ്പർക്കത്തിലൂടെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്, അവർക്ക് ജിന്നുകളുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യനും ജിന്നുകളുടെ മേലെ നിയന്ത്രണം നേടാൻ പറ്റൂല. ഓക്കെ, കൺട്രോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ഞാൻ പറയുന്നത് പോലെ നമ്മൾ ചില പറയുന്ന കണ്ടത് ഇത് കുപ്പിന്ന് വരുന്ന ഭൂതോന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യാൻ അല്ലെ, ആ രീതിയിൽ ഒരു മനുഷ്യന്മാർക്കും ജിന്നുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതായത് ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം എന്നുള്ള രീതിയിൽ കൺട്രോളിങ് ഒരു മനുഷ്യന്മാർക്കും പറ്റൂല. അപ്പൊ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒരു കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഭാവി പ്രവചകന്മാരും അതുപോലെ സാഹിറും അങ്ങനെയുള്ള ഏത് ആളുകൾക്കും ജിന്നുകളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുക ഒരു കോൺട്രാക്റ്റാ. ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു ഡീലാ അല്ലെ. ഞാൻ അങ്ങോട്ട് ഇന്നത് തരുമ്പോൾ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ചിലത് തരണം. അപ്പം അതാണ് ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവർ ജിന്നുകളുമായിട്ട് ഈ കോൺട്രാക്ട്, അങ്ങോട്ട് എന്താ കൊടുക്കുന്നത് ഇങ്ങോട്ട് എന്താ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ മോശപ്പെട്ട കാഫര്യങ്ങളായ ജിന്നുകൾക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ്, മനുഷ്യന്മാരെ വഴിതെറ്റിക്കുക. ഏത് വിധേനയും മനുഷ്യന്മാരെ വഴിതെറ്റിക്കുക. കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി അല്ലെ, അവരുടെ കമ്പനി സിഇഒ ആയ ഇബ്ലീസ് അവരെ കമ്പനിയിൽ മാർക്കറ്റിങ്ങിനും സെയിൽസിനും ഉള്ള ആളുകൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ടാർഗറ്റ്, നീ ഇത്രയും ആൾക്കാരെ വഴിതെറ്റിച്ചിട്ട് കൊണ്ടുപോവാ അല്ലെ, അവരുടെ ഡ്യൂട്ടിയാ അത്. അപ്പം അവർക്ക് ആ പണി നടക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാഹിറുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാവി പ്രവചകന്മാരെ, അത് ഏത് മനുഷ്യന്മാരാണെങ്കിലും അവര് എന്തോ എന്നുവെച്ചാൽ ഈ ഒരു സംഭവം നടത്തി തന്ന ഞങ്ങൾ നിങ്ങൾക്ക് പകരം വേറെന്തെങ്കിലും തരാം, അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഇവർ തമ്മിൽ നടക്കുന്നത്. ഓക്കെ, ഈ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, ദീനില് അങ്ങേയറ്റം നിന്ദ്യമായ നിഷിദ്ധപരമായ ഈ നിങ്ങൾ എന്തായാലും പണ്ട് സിനിമ ഒന്നും കാണാത്തവരോട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഹോമവും അല്ലെ, ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് ആരൊക്കെയോ വിളിച്ചു വരുത്തുന്നതും അല്ലെ, അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരിക്കലും തൃപ്തിയില്ലാത്ത വളരെ നീചമായ വൃത്തികെട്ട അല്ലെ, തൗഹീദിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഇതുപോലെയുള്ള ജിന്നുകളെയും ദുഷ്ട ശക്തികളെയും ഒക്കെ പ്രീതിപ്പെടുത്തി അവരെ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സെറ്റപ്പിലാണ് ഇങ്ങനെയുള്ള കോണ്ടാക്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ജിന്നിന്റെ പൊസിഷൻ, അതായത് ജിന്ന് ചില മനുഷ്യന്റെ ശരീരത്തിൽ കയറാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, അത് നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പറയും. അത് ഇതിൽ പെട്ടതല്ല, കാരണം ഇങ്ങനെ തന്നെ വിളിച്ചു വരുത്തിക്കൊള്ളണം എന്നല്ല അതിനു വേണ്ടിയിട്ട്. പിന്നെ ആക്സിഡന്റലി കയറുന്ന ജിന്നുകളുണ്ട്, അതും നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ സാഹചര്യത്തിൽ പറയും. ഈ രണ്ട് സിറ്റുവേഷൻ ഒഴികെ ഈ പറഞ്ഞ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നീട് സമാധാനമായിട്ട് ഇരുന്നിട്ട് ഒന്നുകൂടെ കേട്ട് നോക്കണം കേട്ടോ. ഞാൻ കഴിയുന്നതിന്റെ പരമാവധി സിമ്പിൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എന്നാലും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെയും കേട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ജിന്നുകളെ പല രീതിയിൽ ദുഷ്ടശക്തികളെ പ്രീതിപ്പെടുത്തിയിട്ട് വിളിച്ചു വരികയാണ്. അപ്പം ഇങ്ങനെ വിളിച്ചു വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായി, ഈ വിളിച്ചു വരുത്തിയ ആളുണ്ട് അല്ലെ, ഈ ഒരു ഹോമം ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കണിയാനെന്നോ ഭാവി പ്രവചകനെന്നോ എന്ത പേരിലാണെങ്കിലും നമ്മൾ ആരെയാണോ വിളിക്കുന്നത്, അവര് പിന്നെ ഇവർക്ക് എന്തായി സഹായം ചെയ്തു കൊടുക്കും. എന്ത് സഹായം? ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് കൊടുക്കും. പകരം അവർക്ക്, അതായത് ഈ മനുഷ്യന്മാര് ജിന്നുകളെ വിളിച്ചു വരുന്ന മനുഷ്യന്മാർ ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ജിന്നുകളെ സഹായിക്കും. പകരം ജിന്നുകൾ ഇവർക്ക് ചിലതൊക്കെ കൊടുക്കും. എന്താണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എത്ര അധികം ആളുകൾ അവർക്ക് വഴിതെറ്റിക്കാൻ പറ്റുമോ, എത്ര അധികം ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് അല്ലെങ്കിൽ ഷിർക്കിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ വേറെ ഉള്ളവരെയും ഇബാദത്ത് ചെയ്യുന്ന രീതിയിൽ, വേറെ പലതിനെയും ഇബാദത്ത് ചെയ്യുന്ന രീതിയിൽ ഷിർക്ക് ചെയ്യിക്കാൻ പറ്റുമോ, അത്രയും ഇവർക്ക് സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് ഇവർക്ക് ജിന്നുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ചില വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും. ഇവർക്ക് ഈ സാഹിറുകൾക്ക് അല്ലെങ്കിൽ ഈ ഭാവി പ്രവചനം നടത്തുന്ന ഇതുപോലെയുള്ള എന്ത് പേര് വിളിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് വേണ്ട പല ഇൻഫർമേഷൻസും ഇവർ എത്തിച്ചു കൊടുക്കും. ഈ ജിന്നുകൾ പല രീതിയിൽ എത്തിച്ചു കൊടുക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കാം. ഓക്കെ, ജിന്നുകൾ എങ്ങനെയാണ് ഭാവിയെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഇതിന്റെ പകുതി ഇപ്പൊ നമ്മൾ കാണുന്നു, ബാക്കി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ നമുക്ക് കാണണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ജിന്നുകൾക്ക് ആകാശത്തിന്റെ
താഴെ നമുക്കറിയാം 7 ആകാശങ്ങളുണ്ടെന്ന് അല്ലേ. അപ്പൊ ആകാശത്തിന്റെ താഴെക്കിടയിലുള്ള ലെവലുകൾ വരെ പോകാൻ പറ്റും. അവർക്ക് പോകാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ അപേക്ഷിച്ച് അവർക്ക് ഒരു ലെവൽ വരെ പോകാൻ പറ്റും. അവിടെ ചെന്ന് നിന്നിട്ട് അവര് മലായിക്കത്ത് പറയുന്ന പല കാര്യങ്ങളും ചെവി കൊടുത്ത് കേൾക്കും. എന്നിട്ട് ആ ഇൻഫർമേഷൻ അവർ ഭൂമിയിൽ വന്നിട്ട് ഇവരുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ അല്ലെ, ഇവർക്ക് ഈ പറഞ്ഞ ആളുകളുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഗുണമുണ്ട്. അവർക്ക് പകരം ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി കിട്ടും. അപ്പം ഈ ആൾക്കാരുടെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് ധാരാളമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തും കൊണ്ട് വരുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ ഭാവി പ്രവചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. അവര് കൊട്ടാരത്തിലെ ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പൊസിഷനാ അവർക്ക്. അത്രക്ക് അവര് പറയുന്നത് കേട്ടിട്ടേ രാജാക്കന്മാരൊക്കെ എന്തെങ്കിലും ചെയ്യുള്ളൂ. കാരണം ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതുവരെ കിട്ടുമായിരുന്നു. നല്ല പോപ്പുലാരിറ്റിയാണ്, നല്ല പൈസയാണ്. ഈവൻ ആളുകൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ അപ്പം ഉണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹചര്യം വന്നതിന് ശേഷം അതിന് ചെറിയ ഒരു മാറ്റം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ ഈ താഴെയുള്ള ഭാഗങ്ങൾ, അതായത് ജിന്നുകൾക്ക് എത്താൻ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താക്കി, അവയെ ഓടിക്കാൻ വേണ്ടി ഉൽക്കകളും കൊള്ളിമീൻ വാൽനക്ഷത്രം പോലെയുള്ള സംഭവങ്ങൾ സെറ്റപ്പ് ആക്കി എന്നാണ് പറയുന്നത്. തെളിവുകളുണ്ട്. എന്തായാലും ഞാൻ ഈ ഒരു ഹദീസ് ഒന്ന് വായിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആകാശത്ത് ഒരു കാര്യം വിധിച്ചാൽ അള്ളാഹുവിന്റെ വാക്കിന് വിനയാന്വിതരായി മലക്കുകൾ തങ്ങളുടെ ചിറകടിക്കും. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഖദർ അല്ലെങ്കിൽ ഖദാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മലക്കുകളുടെ അടുത്ത്, കാരണം അവരാണല്ലോ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകൾ അല്ലെ, പറയുമ്പം അവര് ആ ഒരു വാക്കിന് വാല്യൂ കൊടുത്തുകൊണ്ട് അവര് തലക്കുമ്പിട്ട് അവരുടെ ചിറകുകൾ അടിക്കും. ഈ കേൾക്കപ്പെടുന്ന പ്രസ്തുത ശബ്ദം മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെ ഇരിക്കും. അവരുടെ ചിറകടിക്കുമ്പോൾ ഒരു മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുമ്പോഴുള്ള ശബ്ദം അല്ലെ അവര് കേൾക്കും. ആ ശബ്ദം അള്ളാഹുവിന്റെ വചനം മലക്കുകളിലേക്ക് ചെന്നെത്തും. അള്ളാഹു പറഞ്ഞു, അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, അതായത് അള്ളാഹു അത് പറയുമ്പം ആർക്കാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു കിടുക്കം ഉണ്ടാവും. അപ്പം അങ്ങനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പരിഭ്രമം നീങ്ങി കഴിയുമ്പോൾ മലായിക്കത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് അവർ പരസ്പരം ചോദിക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത്? അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇന്നത് പറഞ്ഞു അല്ലെ. അവർ മറുപടി പറയും, അവൻ പറഞ്ഞത് സത്യമാണ്, അവൻ ഉന്നതന്. അതായത് അവരുടെ മലായിക്കത്തിന്റെ നേച്ചറിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കൽ അല്ലെ. അപ്പൊ അവർ പറയും, അവൻ ഉന്നതനും മഹാനും ആകുന്നു. അപ്രകാരം ഇവര് മലായിക്കത്ത് കേൾക്കുകയും അവർ പരസ്പരം പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹു വിധിച്ച ആ വചനത്തെ കട്ട് കേൾക്കുന്ന പിശാചുക്കൾ കേൾക്കും. ഞാൻ പറഞ്ഞു, ഇവർക്ക് ഒരു ലോവർ ലെവൽ വരെ ആകാശത്ത് അവർക്ക് എത്താനുള്ള കഴിവുണ്ട്, പറന്നെത്താനുള്ള കഴിവുണ്ട് അവർക്ക് അല്ലെ. അവര് കട്ട് കേൾക്കും. കട്ട് കേൾക്കുന്ന പിശാചുക്കൾ ചിലർക്ക് മുകളിൽ അട്ടിയായിക്കൊണ്ടിരിക്കുമെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ വിടർത്തിയും ചരിച്ചും കൈപ്പത്തി കൊണ്ട് വിവരിച്ചു കാണിച്ചു. അതായത് അവരിങ്ങനെ നമ്മളിപ്പോ കൈ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലെ അവരിങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ മലായിക്കത്ത് പറയുന്നത് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വചനങ്ങൾ കട്ട് കേൾക്കുകയും തന്റെ താഴെയുള്ളവർ അവരിങ്ങനെ ഒരു ലെവലായിട്ട് അടുത്ത ലെവലിലേക്ക് കൊടുക്കും. പിന്നീട് അയാൾ തന്റെ താഴെയുള്ളവരിലേക്ക് നൽകുകയും അങ്ങനെ ജ്യോത്സ്യന്റെയോ മാരണക്കാരന്റെയോ നാവുകളിലേക്ക് അവർ ആ വാർത്തയെ എത്തിക്കുകയും ചെയ്യും. അപ്പം ഇവർക്ക് ഭൂമിയിൽ കോൺട്രാക്ട് ഉള്ള ജ്യോത്സ്യന്മാരുണ്ട് അല്ലെ. ഇവരെ പല രീതിയിലും വിളിച്ചു വരുത്തി ഇവരുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യോത്സ്യന്മാരോ ആ രീതിയിലുള്ള ഏത് പണി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഉണ്ടാവും, ഇവർക്ക് കോൺടാക്ട് ഉണ്ട്. അങ്ങനെ ഇവര് 7ാം ആകാശത്തിന്റെ ലോവർ ആകാശങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഇവര് കട്ടെടുക്കുന്ന വാർത്ത ഇവരുടെ ഈ പറഞ്ഞ താഴെയുള്ള ഇവരുടെ ഹ്യൂമൻ കോൺടാക്ട്സിന്റെ അടുത്ത് എത്തിക്കും. അപ്പം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ആയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോവർ ആകാശത്തിന് അല്ലെ. നമുക്ക് തുടർന്നുള്ള തെളിവുകൾ നോക്കാം. സൂറത്ത് ജിന്നിലെ 8-9 ആയത്തുകൾ. وَأَنَّا لَمَسْنَا السَّمَاءَ فَوَجَدْنَاهَا مُلِئَتْ حَرَسًا شَدِيدًا وَشُهُبًا. ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് അതിശക്തമായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തിയെന്നും അവർ പറഞ്ഞു. ആര്? ജിന്നുകൾ പറയുന്ന കാര്യമാണ് സൂറത്ത് ജിന്നിലുള്ളത് അല്ലെ. തുടർന്ന് وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَنْ يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَصَدًا. ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. പണ്ടത്തെ കഥയാണ് അവർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവന് കണ്ടെത്താനാവും എന്നും ആര് പറഞ്ഞു? ജിന്നുകൾ പറഞ്ഞു. സൂറത്ത് ജിന്ന് 8-9 ആയത്തുകൾ.
ഓക്കെ. അപ്പൊ അവർ ആകാശത്ത് സ്പർശിച്ച് പണ്ടത്തെ പോലെ അവർക്ക് പോയി കട്ട് കേൾക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പാറാവുകളെ ഏർപ്പെടുത്തി ആകാശത്തിനെ സ്ട്രോങ് ആക്കി ജിന്നുകൾ. അതുകൊണ്ടാണ് പണ്ടത്തെ ഈ പറഞ്ഞ കൊട്ടാരം ജ്യോത്സ്യന്മാർക്കും ഒന്നും പറയുന്നത് പോലെ അത്രയും കറക്റ്റ് ആയിട്ട് ഇപ്പം അവർക്കത് പറയാൻ പറ്റാത്തത് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബാക്കി നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതേപോലെ സൂറത്ത് ഹിജ്റില് 16 മുതൽ 18 വരെയുള്ള ആയത്തുകൾ. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യൻനാഹ ലിന്നാദിരീൻ. ആകാശത്ത് നാം നക്ഷത്രമണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും നോക്കുന്നവർക്ക് അവയെ നാം അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു. വഹഫിദ്നാഹ മിൻ കുല്ലി ശൈത്വാനിർ റജീം. ആട്ടിയകറ്റപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇല്ലാ മനിസ്തറഖ സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. എന്നാൽ കട്ട് കേൾക്കാൻ ശ്രമിച്ചവനാകട്ടെ പ്രത്യക്ഷമായ ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. സൂറത്ത് ഹിജ്ർ 16 മുതൽ 18 വരെയുള്ള ആയത്തുകൾ. അപ്പൊ ജിന്നുകൾക്ക് പണ്ടത്തെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ആയപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തുടങ്ങിയപ്പം അതുപോലെ അങ്ങോട്ട് ഇൻഫർമേഷൻ കിട്ടാതായി. അപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് കുറച്ച് കളവുകളും അതിന്റെ കൂടെ കൂട്ടാൻ തുടങ്ങി. ഈ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച ഹദീസിന്റെ എക്സ്റ്റൻഷൻ ആണ് ഇപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് ഈ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, താഴെയുള്ള ആകാശത്ത് നിന്ന് അവര് കുറച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും എവിടുന്ന്, മലായിക്കത്തിന്റെ അടുത്തുനിന്ന്. പക്ഷെ അതിനുശേഷം അവർക്ക് തീജ്വാലകൾ ഏർപ്പെടുത്തിയ കാര്യം പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് പറയണം. ചിലപ്പോൾ അതിനെ എത്തിച്ചു നൽകുന്നതിന് മുമ്പായി, അതായത് അവർക്ക് മേലെ നിന്ന് കിട്ടിയ ന്യൂസ് താഴെ എത്തിച്ചു നൽകുന്നതിന് മുമ്പായിട്ട് തീജ്വാലകൾ അവരെ പിടികൂടും. ചിലപ്പോൾ തീജ്വാലകൾ പിടികൂടുന്നതിന് മുമ്പായി അവരതിനെ എത്തിച്ചു നൽകും. ഓക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്കെതിരെ ഉൽക്കകളും അതുപോലെയുള്ള അഗ്നിജ്വാലകളും ഒക്കെ വർഷിച്ച് അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചില സമയത്ത് സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് അതിന് കഴിവില്ലാഞ്ഞിട്ടല്ല, അള്ളാഹ്ക്ക് അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന് പ്രത്യേകം ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരീക്ഷണത്തിന് വേണ്ടിയാണെന്നുള്ളത് ഓർക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ചില തീജ്വാലകൾ പിടികൂടുന്നതിന് മുമ്പായി അവർ ഈ ന്യൂസ് എത്തിച്ചു നൽകും, അവർക്ക് താഴോട്ട് എത്തിക്കും. അങ്ങനെ അപ്രകാരം വചനം ലഭിച്ച ജ്യോത്സ്യന്മാരും മാരണക്കാരും അതോടൊപ്പം 100 കളവുകൾ ചേർത്ത് പറയും. അപ്പോൾ പറയപ്പെടും, അയാൾ നമ്മോട് നിർണിത ദിനങ്ങളിൽ ഏതാനും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആകാശത്തിൽ നിന്നും കട്ടുകേൾക്കപ്പെട്ട പ്രസ്തുത വചനം കൊണ്ട് മാരണക്കാരനും ജ്യോത്സ്യനും തങ്ങൾ പറഞ്ഞ 100 കളവുകളിൽ സത്യപ്പെടുത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, അതായത് താഴെയുള്ള ഭൂമിയിലുള്ള സാഹിറുകളും ഭാവി പ്രവചകന്മാരും പല രീതിയിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയില്ലാത്ത ദൈവനിന്ദകരമായ പ്രവർത്തികൾ ചെയ്തിട്ട് ജിന്നുകളുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കൊണ്ടുവന്നതായോ, നിങ്ങൾക്ക് ഞങ്ങൾ കുറേ ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് തരാം. ഭയങ്കര ഒരു കോൺട്രാക്ട് ആണ് അല്ലെ, ഭയങ്കര ഒരു ബിസിനസ് ഡീലാണ് നടക്കുന്നത്. അതിങ്ങനെ ദിവസം ചെല്ലുന്തോറും പെരുകി വരികയാണ്. പണ്ടത്തെ അത്രയും അവർക്ക് ഇൻഫർമേഷൻ കിട്ടാഞ്ഞിട്ട് പോലും ആളുകൾ അതിനകത്ത് ഇഷ്ടം പോലെ പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പല രീതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതികളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ അവർ ഈ ഇൻഫർമേഷൻ താഴെയുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ചില സമയത്ത് ഇതുപോലെ ഒരു ഉൽക്കകൾ അവരെ പാസ് ചെയ്യുന്നതിന് മുമ്പ് പിടിക്കും. അപ്പം അവർക്ക് തീരെ കിട്ടിയില്ല എന്ന് വെച്ചാൽ അവർ കിട്ടിയത് വെച്ചിട്ട് ബാക്കി കുറച്ച് കളവും ചേർത്തിട്ട് അവരത് താഴെ എത്തിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യം, ചില ആളുകൾ ഗണിതക്കാരെ, അതായത് ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ ഒന്നും തന്നെയല്ല, അഥവാ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതായത് അവർ പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അവർ ചോദിച്ചു, അവർ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാക്കാറുണ്ടല്ലോ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു സംശയമായിരിക്കാം അല്ലെ അത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഥാർത്ഥമായി പുലരുന്ന ആ വാക്ക് ജിന്നുവർഗത്തിൽപ്പെട്ടവൻ തട്ടിയെടുക്കുന്നതാണ്. എന്നിട്ട് അവൻ തന്റെ ബന്ധുക്കളുടെ കാതിൽ പിടക്കോഴി അവന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് അവന്റെ ഭൂമിയിലുള്ള ഈ പറഞ്ഞ സാഹിറുകൾ, അവനുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ. ഓക്കെ. തന്റെ ബന്ധുക്കളുടെ കാതിൽ പിടക്കോഴി കറകറ എന്ന് കുറുകും പ്രകാരം അത് കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ അതിൽ കൂടി 100-ലേറെ കളവും കലർത്തുന്നു. സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അങ്ങനെ ഈ ജിന്നുകൾക്ക് എന്താക്കാൻ പറ്റും? താഴെ ഇവർക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത് ഒരു രീതി. മെയിനായിട്ട് അങ്ങനെയാണ് അവർക്ക് ഈ പറഞ്ഞ ഭാവി പ്രവചകന്മാർക്കും സാഹിറുകൾക്കും ഒക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇനി വേറൊരു വഴി എന്താന്ന് വെച്ചാൽ, ജിന്നുകൾക്ക് അവരുടെ ഒരു റിലേറ്റീവ് ഫ്യൂച്ചർ, ഇപ്പം ഒരാള് ഒരു ഭാവി പ്രവാചകന്റെ അടുത്ത് വരാന്ന് വെച്ചോ. ഓക്കെ. ഈ ഭാവി പ്രവാചകന്റെ അടുത്ത് കോൺട്രാക്ട് ഉള്ള ഒരു ജിന്ന് ഉണ്ടാവുമല്ലോ അല്ലെ, ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ
ആ ജിന്നുണ്ടാവും. ഈ അയാളുടെ അടുത്തുള്ള ജിന്നിന് ഇപ്പൊ നമ്മൾ കാത്ത് രക്ഷിക്കുമാറാട്ടെ, നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഒരു കരീനുണ്ട് അല്ലെ, നമ്മൾ ഓരോ മനുഷ്യന്റെയും കൂടെ ഉള്ള ഒരു കരീനുണ്ട്, അതൊരു ജിന്നാണ്. അപ്പം ഇയാളുടെ അടുത്തുള്ള ജിന്നിന് ഈ കരീനുമായിട്ട് കോണ്ടാക്ട്, കാരണം അവര് ജിന്നുകളല്ല, അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അല്ലെ, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചോദിക്കും എന്താണ് ഇയാളുടെ പ്ലാന്, ഇയാൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ഉമ്മ എവിടെയാ, വാപ്പ എവിടെയാ, ഇയാളുടെ പാസ്റ്റ് എന്താ, ഇയാളുടെ ഫ്യൂച്ചർ എന്താ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ, അതായത് നമ്മള് ഈ ഭാവി പ്രവാചകന്റെ മുമ്പ് ചെന്നിരുന്നിട്ട് ഒരിക്കലും പറയാത്ത കാര്യങ്ങളൊക്കെ അയാൾ നമ്മളെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയല്ലേ നിങ്ങളെ കാര്യം അല്ലെ, ഇങ്ങനെയല്ലേ മൂപ്പര് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ നിങ്ങളുടെ ഉമ്മ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ, അത് ചെയ്യണ്ടാട്ടോ എന്നൊക്കെ പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഇങ്ങനെ ഒരു ജിന്ന് കോണ്ടാക്ട് ഉള്ള ഒരു ഭാവി പ്രവാചകന്റെ, ഞാൻ ഭാവി പ്രവാചകൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പേര് വേണമെങ്കിലും പോയിക്കോട്ടെ, കാരണം ഞാൻ പറയുന്നല്ലോ പല രീതിയിലാണ് ഇത് നാട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, പല പേരുകളിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഈ കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് പറയാനൊരു എളുപ്പത്തിന് ഭാവി പ്രവചകൻ എന്ന് പറയുന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ രീതിയിൽ ഇയാളുടെ അടുത്ത് വരുന്ന കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ പല ഇൻഫർമേഷനും കരീനിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റും. എവിടെയാ ജനിച്ചത്, എപ്പോഴാ ജനിച്ചത്, ഇവന് കുട്ടിക്കാലത്ത് ഇന്നത് ചെയ്തിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഇതൊക്കെ കരീനിന് അറിയാലോ, കാരണം കരീൻ ഇയാളെ കൂടെ ഉള്ളതാണല്ലോ അല്ലെ. അപ്പം ഇങ്ങനെ നിങ്ങൾ സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, എന്നാ ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, അതുപോലെ ഒരു ആളുടെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജിന്നുമായിട്ട് കോൺട്രാക്ട് ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. കാരണം അയാൾക്ക് ഇത് പറ്റും, അല്ലാതെ ഒരാൾക്ക് ഇത് പറ്റൂലല്ലോ. ആണല്ലോ. കാരണം ജിന്നുകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനും പറ്റും. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ വീട്ടിലുള്ള ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ള ഇൻഫർമേഷൻ വന്ന് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ ഇയാളുടെ കൂടെയുള്ള ജിന്നിന് നമ്മളെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഈ എൻ്റെ അടുത്ത് ഒരാൾ ഒരു അനുഭവം വിവരിച്ചപ്പം സുബ്ഹാനല്ലാഹ്, അത് സെഹറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതുപോലെ ഒരു ഉസ്താദിനെ വിളിച്ചപ്പം, ഉസ്താദ് ഒരു ലേഡി ആട്ടോ, ഉസ്താദ എന്ന് വേണമെങ്കിൽ പറയാം, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അവര് പറഞ്ഞത്രേ, നിങ്ങളുടെ വീട്ടില് കബോർഡിന്റെ മുകളിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ പൊളിക്കാത്തത്, അത് പൊളിച്ചിട്ട് ദൂരെ കളയുന്നു. സുബ്ഹാനല്ലാഹ്. അതുണ്ട്, വിശ്വസിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസത്തെ, പക്ഷെ ആ ഗിഫ്റ്റ് ബോക്സ് അവർ ഇതുവരെ പൊളിച്ചിട്ടില്ല. അപ്പൊ ജിന്നുകൾക്ക് ആ സമയം കൊണ്ട് സഞ്ചരിക്കാനും ആ സമയം കൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഇവരെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കരീനിൽ നിന്ന് കളക്ട് ചെയ്യാനും ഒക്കെ പറ്റും. നഷ്ടപ്പെട്ട സാധനം എവിടെയാ ഉള്ളതെന്ന് കണ്ടെത്താനും ആരും കാണാത്ത കാര്യങ്ങൾ കാണാനും ഒക്കെ അവർക്ക് പറ്റും. സുബ്ഹാനല്ലാഹ്. അവർക്ക് നിമിഷ നേരം കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ വേറൊരു തെളിവ് സുലൈമാൻ അലൈഹിസ്ലാമിന്റെ ഭാഗത്തു നിന്ന് തന്നെ ബിൽക്കീസ് രാജകുമാരി, സബയിലെ രാജകുമാരി ബിൽക്കീസ് സുലൈമാൻ അലൈഹിസ്ലാമിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് സൂറത്തു നംലിൽ ഒരു ആയത്ത് പറയുന്നുണ്ടല്ലേ, ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ഒരു മല്ലൻ പറഞ്ഞു, അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ അത് അങ്ങേക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. അത് ബിൽക്കീസ് രാജകുമാരിയുടെ സിംഹാസനം, രാജ്ഞിയുടെ സിംഹാസനം എത്രയോ ദൂരത്ത് നിന്ന് നിങ്ങൾ ഇവിടുന്ന്, അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ അല്ലെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ കൊണ്ടുവരാം, കാരണം തീർച്ചയായും ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാകുന്നു. അപ്പം അതിനുള്ള കഴിവുകൾ ജിന്നിനുണ്ട്. ദൂരത്ത് പോയിട്ട് ഒരു കാര്യം കളക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവ് അവർക്കുണ്ട്. എല്ലാത്തിനും തെളിവ് ഖുർആനിലും സുന്നത്തുകളിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അതാണ് ജിന്നുകളുടെ ജിന്നുകളുടെ എക്സിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കി, അവരുടെ വെറൈറ്റീസ് നമ്മൾ മനസ്സിലാക്കി, അവരുടെ അവിശ്വാസികളായ ജിന്നുകളുടെ അജണ്ട നമ്മൾ മനസ്സിലാക്കി, സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. എന്നാൽ ഭൂമിയിലുള്ള മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ജിന്നുകളുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടാണെന്ന് മനസ്സിലാക്കി. കോൺട്രാക്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്നത് തരാം, നീ ഇന്നത് തായോ അല്ലെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറെ ആളുകളെ വഴിതെറ്റിക്കാൻ തരാം, നിങ്ങൾ പകരം എനിക്ക് കുറെ ഇൻഫർമേഷൻ കൊണ്ടുപോകാം. ഇയാൾക്കെന്താ ഗുണം? പൈസ ഉണ്ടാക്കാം. അയാൾക്കതൊരു ഉപജീവനമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഏതായാലും ആഹ്റം വേണ്ടാത്തോണ്ടാണല്ലോ അയാൾ ഇത് ചെയ്യുന്നത്. ഭൂമിയിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമില്ല. ആളുകൾക്ക് ഇത്രയും കൺസേൺ ഉള്ള ഒരു കാര്യം വേറെ ഇല്ല. പ്രശ്നമില്ലാതെ സുഖിച്ച് ജീവിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രം. അതിന് ഭാവി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണല്ലോ അല്ലെ. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത്രയാണ് ജിന്നുകളുടെ കാര്യം. അപ്പം ഇങ്ങനെയുള്ള ജിന്നുകളെ ഉപയോഗിച്ച് ഭാവി പ്രവചനം നടത്തുന്ന ആളുകളുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത 2-3 മൊഡ്യൂളുകളിൽ ഒരുപാട് ഉപയോഗപ്പെടുന്ന ബേസ് ആണ്. ശരിക്കും മനസ്സിലാക്കണം എല്ലാവരും ഇൻഷാ അല്ലാഹ്.
ഇനി ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് നോക്കാം. സോറി. ഇതിനകത്ത് അല്ലെ ഈ ഭാവി പ്രവചനത്തിൽ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം വെറുത്ത ദൈവനിന്ദപരമായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് ഇസ്ലാം ഇതിനെതിരെ എടുത്തിട്ടുള്ളത്. ഏത് രീതിയിലും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട്, അതായത് ഈ രീതിയിൽ എന്തെങ്കിലും പ്രവചിക്കുകയോ എന്തെങ്കിലും അല്ലെ കാണാത്ത കാര്യങ്ങൾ കണ്ടെന്ന് പറയോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന കാര്യം നടക്കുമെന്ന് പറയോ, അത് നടക്കാതിരിക്കാൻ ഇന്നത് ചെയ്യാന്ന് പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും ആളുകളായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരൊറ്റ എക്സെപ്ഷനേ ഉള്ളൂ. അവരോട് ഇത്തരം കാര്യങ്ങൾ നിർത്താൻ വേണ്ടി പറയാൻ മാത്രമല്ലാതെ അവരുമായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ബന്ധവും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരെ ജസ്റ്റ് വെറുതെ പോയി കാണുന്നത്, വെറുതെ പോയി കാണുന്നതിനെ കുറിച്ച് പോലും ഹദീസുകളുണ്ട്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പോലും പാടില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വിളിക്കലാവാം, മെസ്സേജ് അയക്കലാവാം, ഏത് രീതിയിലും അതുപോലും പാടില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, മൻ അതാ അർറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ, വല്ലവനും ജോത്സ്യന്റെ അടുത്ത് ചെല്ലുകയും എന്തെങ്കിലും ചോദിക്കുകയും ചെയ്താൽ, ഫസഅലഹു അൻ ഷൈഇൻ, എന്തെങ്കിലും ജസ്റ്റ് ചോദിക്കുകയും ചെയ്താൽ, ലം തുഖബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ജസ്റ്റ് ചോദിച്ചാലാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ചോദിച്ചാൽ അവന്റെ 40 ദിവസ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇത് ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക്, ഒരു വിശ്വാസവും ഇല്ലാണ്ട് എന്തായിരിക്കും അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പോയി ചോദിക്കുന്നതിന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത്. കാരണം നമ്മൾ ഇതുപോലെ പോകുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ ആദ്യത്തെ പടി അല്ലെ. ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവോ, ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഒന്ന് പോലാണ്. അങ്ങനെ പോയിട്ട് അയാൾ പറഞ്ഞത് എന്തെങ്കിലും ശരിയായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമുക്ക് പിന്നെ അത് മതിയില്ല, പിന്നെ അതിൽ അങ്ങോട്ട് വിശ്വാസമായി, പിന്നെ അതുമായിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം ഏതോ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞല്ലേ, ഒരു തെറ്റിന്റെ അടുത്തേക്ക് കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പരദൂഷണം പറയുന്നത് അതിന്റെ ആദ്യത്തെ പടിയാണ്. അതിനെ പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതുപോലെ വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ എന്തായിരിക്കും അവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി പോകുന്നത് പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം 40 ദിവസം നമസ്കാരമാണ് സ്വീകാര്യമല്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിലും ഇനി അഥവാ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ 40 ദിവസം നമസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിക്കണം കേട്ടോ. പ്രതിഫലം കിട്ടൂല, അതിൽ നിന്ന് പ്രതിഫലം കിട്ടൂല, നിസ്കരിക്കണം. കാരണം എനിക്ക് ഏതായാലും ഇനി 40 ദിവസത്തെ നമസ്കാരം ഇല്ലല്ലോ എന്ന് വെച്ച് നിസ്കരിക്കാതിരിക്കരുത്. നമസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിലാണ്. ഒന്ന്, നമസ്കാരം എന്ന് പറയുന്നത് നിർബന്ധ ബാധ്യത അല്ലെ, നമ്മളൊരു വക്ത് നമസ്കരിക്കുമ്പോൾ നമ്മളുടെ മേലുള്ളതൊരു നിർബന്ധ ബാധ്യതയാണ്, അത് നിറവേറ്റലാണ്. പ്ലസ് അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. ഇവിടെ പ്രതിഫലം ഉണ്ടാവില്ല, സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മുടെ മേലെ നിർബന്ധ ബാധ്യതയുണ്ട്. ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്തിലെങ്കിലും എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ക്യൂരിയോസിറ്റിയുടെ മേലെങ്കിലും പോയി കാണണം എന്നില്ല കേട്ടോ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വെറുതെ ക്യൂരിയസ് ആയിട്ട് സുബ്ഹാനല്ലാഹ്, ന്യൂസ് പേപ്പറിൽ വരുന്ന ആർട്ടിക്കിൾസ് ഉണ്ടാവാറുണ്ട്. ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഫലം, വാരഫലം, ധനനഷ്ടം, മാനനഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്യൂരിയോസിറ്റിയുടെ പേരിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഖിയാസിന്റെ പേരിൽ ഈ കാറ്റഗറിയിൽ പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക, അതിനെ കവർ ചെയ്യാവുന്ന രീതിയിലുള്ള നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ശിർക്കാണ്, ഭയങ്കര വലിയ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തട്ടെ. നമ്മൾ ആരെങ്കിലും, നമ്മളുടെ പൂർവ്വപിതാക്കളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, തിരുത്തിക്കുക, തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി പറയാം. നമ്മളും അതുപോലെ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജസ്റ്റ് പോയി എന്തെങ്കിലും ചോദിക്കുന്നതിനെ പോലും വിലക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. ഇനി അതിൽ വിശ്വസിക്കുന്നവരുടെ കാര്യം, ഒരു വിശ്വാസത്തോടു കൂടി ഇത്തരത്തിലുള്ള ഒരാളെ സമീപിക്കുന്നത് എന്താണ്, അതായത് അയാൾ പറയുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ചെയ്താൽ ഇങ്ങനെ ഗുണമുണ്ട്, അല്ലെങ്കിൽ അയാൾ ഭാവിയെ കുറിച്ച് പറഞ്ഞാൽ ശരിയാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നവരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അവൻ എന്താണ് ചെയ്യുന്നത്, അവൻ കുഫ്റാണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, കുഫ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് ഹാക്കിം ബൈഹഖി
അഹ്മദ്, അബുദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അൽബാനി സഹീഹാക്കിയ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ജ്യോതിഷിയെയോ കണക്ക് നോക്കുന്നവനെ സമീപിക്കുകയും അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസദ്ദഖഹു ഫീമാ യഖൂൽ, അവൻ പറയുന്നത് സത്യം, അതായത് അത് വിശ്വസിച്ചുകൊണ്ട്, ഓക്കെ, അയാൾ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഓക്കെ, അയാൾ അന്ന് അങ്ങനെ പറഞ്ഞിനു, മാഷാ അല്ലാഹ് അയാൾക്ക് എന്തൊരു അറിവാണ് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിക്കപ്പെട്ടതിൽ അതായത് ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, അതായത് ഇൻ എഫക്ട് ദീനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കുഫ്റാണ് അത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണത്. അപ്പൊ അള്ളാഹു സുബ്ഹാന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചില സിഫാത്തുകൾ, അതായത് അള്ളാഹുവിന്റെ സിഫാത്തുകളായ ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഗൈബിനെ കുറിച്ചുള്ള അറിവ് അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് വരുന്നത് അല്ലെ. അതായത് ഈ പറഞ്ഞ ജ്യോതിഷിക്ക് അറിയാം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്താക്കാണ് അവിടെ നമ്മൾ ഷിർക്ക് ചെയ്യാം. അള്ളാഹിന്റെ സിഫാത്തായ ഭാവി അറിയാനുള്ള കഴിവ്, ഗൈബ് അറിയാനുള്ള കഴിവ് ഇയാൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിലുള്ള ഷിർക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കുഫർ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു ഖിയാസ് പ്രകാരം. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിലുള്ള ഒരു രീതിയാണ്. പരസ്പര ബന്ധം അല്ലെങ്കിൽ പരസ്പര സാമ്യം പ്രകാരം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ നക്ഷത്രങ്ങളെ കുറിച്ച് സൺ സൈൻ, മൂൺ സൈൻ, സ്റ്റാർ സൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും രീതിയിലുള്ള ബുക്കുകൾ, എന്തെങ്കിലും രീതിയിലുള്ള എഴുത്തുകൾ, മാഗസീൻസ് ഒക്കെ വായിക്കുന്നത്, ഇതുപോലെ പല ഭാവി പ്രവചിക്കുന്ന പലരും ടി വിയിലൊക്കെ വന്ന് പറഞ്ഞു പോണത്, ഇനിയിപ്പം യൂട്യൂബിലൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലാഹു അഅലം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്, റേഡിയോയിലോ ടി വിയിലോ യൂട്യൂബിലോ എന്തിലാണെങ്കിലും അങ്ങനെ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി മീൻസ് വഴി എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം കേൾക്കുന്നതൊക്കെ ഈ പറഞ്ഞ വിശ്വാസത്തോടു കൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കുഫ്രയിൽ പെടും. ഇനി ക്യൂരിയോസിറ്റിയുടെ മേലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കാത്ത വകുപ്പിൽ പെടും. അപ്പം അതൊക്കെയാണ് അതിന്റെ ഇസ്ലാമിക വിധികൾ. നമുക്കറിയാം അല്ലെ, തൗഹീദ് അൽ അസ്മാ വ സിഫാത്തിന്റെ ഷിർക്കാന്ന് പറഞ്ഞു. അതിന് കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല, എന്നാലും നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മളത് പറയണം. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അല്ലാതെ ആർക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഗൈബായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിൽ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്രി وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. അവന്റെ പക്കലാവുന്നു അദൃശ്യ കാര്യത്തിന്റെ ഖജനാവുകൾ, അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലും ഉള്ളത് അവൻ അറിയുന്നു, അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ധാന്യമണി ആകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തു ആകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. സൂറത്ത് അൻആമിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അല്ലാതെ വേറെ ഒരാൾക്കും ഒന്നും ഗൈബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അറിയാൻ പറ്റൂല. സൂറത്ത് അറാഫിൽ 188-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദുർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നബിയെ പറയുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എന്റെ അധീനതയിൽ പെട്ടതല്ല അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കുകയില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷം അറിയിക്കുന്നവനും മാത്രമാണ്. സൂറത്ത് അറാഫ് 158. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞ കാര്യം അതല്ലേ. എനിക്ക് എന്തെങ്കിലും ഗുണമുള്ളത് എനിക്ക് ആദ്യം അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ഗുണം നേടിയെടുക്കുമായിരുന്നു. അള്ളാഹുവിന്റെ കൺട്രോളിലല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ എനിക്ക് എന്റെ ദേഹത്തിന് ഒരു ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയാത്തത് പിന്നെ ആർക്കാ കഴിയാലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തകളിൽ, ഇങ്ങനെയുള്ളതിലൊക്കെ പെട്ടവര് പല രീതിയിലും ചോദിക്കും, അത് അങ്ങനെ ആവുമ്പോ ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആവുമ്പോ അങ്ങനെ ആയിക്കൂടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറ്റാത്തത് പിന്നെ ആർക്ക് പറ്റും എന്ന് പറയുമ്പോഴും, ആരോട് ദുആ ചെയ്തിട്ട് നടക്കുന്നു പറയുമ്പോഴും, ആരെന്ത് ചെയ്തിട്ട് നടക്കുന്നു പറയുമ്പോഴും അതിന്റെ പിന്നാലെ പോവാതിരിക്കുന്നതല്ലേ ബുദ്ധി അല്ലെ? സുബ്ഹാനല്ലാഹ്. പിന്നെ സൂറത്ത് നംലില് 65-ാമത്തെ ആയത്തില്
ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ല അല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരും അദൃശ്യകാര്യം അറിയുകയില്ല അള്ളാഹു അല്ലാതെ. തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അള്ളാഹുനല്ലാതെ വേറെ ആർക്കും ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അറിയൂല. ഓക്കെ, അപ്പം ഭൂമിയിൽ ഇതുപോലെ പല രീതിയിൽ പല ഹിഡൻ കാര്യങ്ങളെ കുറിച്ച് അറിയാതെ വൈബായിട്ടുള്ള അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആൾക്കാർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പല രീതിയിൽ ഭാവിയെ കുറിച്ച് പറയാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പല വഴികൾ ഉപയോഗിച്ചിട്ട് അല്ലെ, കൈ നോക്കിയിട്ടും പല വഴികളുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്നതൊക്കെ പഴയ വഴികളാണെന്ന്. പുതിയത് എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ എവിടെയെങ്കിലും അദൃശ്യമായതോ ഭാവിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർ നമുക്ക് വരുന്ന ഒരു പ്രശ്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അല്ലാത്ത, ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുള്ള രീതി അല്ലാതെ നമുക്ക് തടഞ്ഞു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആ ഭാഗത്തേക്ക് അതിന്റെ അടുത്തേക്ക് പോലും വേണ്ട, അവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. ആകെ അവരുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ബന്ധം ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബന്ധം മാത്രമാണ്. കാരണം ഈ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അറിയൂല എന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ തൗഹീദ് അൽ അസ്മാ വസിഫാത്തിലെ ഷിർക്കാണ്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ലുഖ്മാനിൽ 34-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅതി വയുനസ്സിലുൽ ഗൈസ് وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ ഞാൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. ഓക്കെ, ഒരാളും അറിയുകയില്ല നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന്. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഇത്രയൊക്കെ പോരെ അല്ലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുസ്ലിംസ് വളരെയധികം, മുഅ്മിനുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ഒരു ബുക്കുകൾ പോലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് പോലും നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഇന്നിപ്പോൾ ബുക്കുകളെക്കാൾ കൂടുതൽ നമ്മളെ സ്വാധീനം ചെലുത്തുന്നത് അതൊക്കെയാണല്ലോ അല്ലെ. ഇനി കോഴ്സുകളാവാം, പല രീതിയിലുള്ള കോഴ്സുകൾ ദുനിയാവിൽ നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ക്ലെയിം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കൊള്ളണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, വൈബായിട്ട് വൈബ് അറിയുന്നതും ഫ്യൂച്ചർ അറിയുന്നതും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പലപ്പോഴും പലരും പറയുന്ന ഒരു ന്യായീകരണം ഉണ്ട്, നമ്മൾ സിഹ്ർ ചെയ്യല്ലോ അല്ലെങ്കിൽ സിഹ്റിനെതിരെ ചെയ്യല്ലോ, നമുക്ക് തന്നതിനെ നമ്മൾ നീക്കുകയല്ലേന്ന്. ആ തന്നതിനെ നീക്കാൻ വേണ്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകള് നിങ്ങളെ വീട്ടില് ഒരു മുട്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവര് ഏറ്റവും വലിയ ശിർക്കിപരമായ കാര്യം ചെയ്തിട്ടാണ് അതിലേക്ക് എത്തിയിട്ടുള്ളത്. അവരുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വഴികളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴികളുണ്ട്, അത് മതി നമുക്ക്. സുബ്ഹാനല്ലാഹ്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയുള്ള ക്ലാസ്സുകളിൽ കാണാം, മനസ്സിലാക്കാം. കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്തവര് ഇതൊക്കെ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നാട്ടില്. പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക് അറിയണമല്ലോ അല്ലെ. പ്രശ്നം ഫേസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അതിലൊന്നും ഒരു കഥയില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ പ്രശ്നം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കണം നമ്മൾ അറിയണം. അപ്പം അവിടെ നമ്മൾ ശിർക്കിലും സെഹ്റിലും കാര്യങ്ങളിലും ഒന്ന് പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിവ് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കപ്പാസിറ്റിയിൽ വൈബായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അറിയാമെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. അവരുമായിട്ട് ആകെ അനുവദിച്ചിട്ടുള്ള ബന്ധം അവരോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും നമുക്കത് ഹിക്മത്തോടു കൂടി അതിന്റെ ശരിയായിട്ടുള്ള അറിവോട് കൂടി നമ്മളുടെ ഈമാനുള്ള ഉറപ്പോട് കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിനുവേണ്ടി ദുആ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഇൽമ ഉണ്ടാക്കുക, അത് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു എളുപ്പാക്കി തരട്ടെ എല്ലാവർക്കും. ഇനി ഒരു ഇസ്ലാമിക് സയന്റിസ്റ്റ്, ഓക്കെ, അയാൾ ഒരു വെതർമാൻ എന്ന് പറയാം. അപ്പം ക്ലൈമറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ, കാരണം അവർ കുറെ സയന്റിഫിക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അല്ലെ, സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അവർ പറയും ഓക്കെ ഇങ്ങനെയാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ പറയൽ അനുവദനീയമാണ്. കാരണം അവർ സയന്റിഫിക് അനാലിസിസ് നടത്തിയിട്ട് പറയുന്നതാണ്. പക്ഷെ അതിന്റെ കൂടെ ഇൻഷാ അള്ളാഹ് ആഡ് ചെയ്യണം. കാരണം അള്ളാഹ് നിശ്ചയിച്ചാലേ അത് നടക്കുള്ളൂ. ഈവൻ ഒരു മുസ്ലിം ഡോക്ടർ
ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ട് ഓക്കെ ഇത്ര മാസം ഇത്ര ദിവസം അല്ലെ ഇന്ന ഡേറ്റിലാണ് ഡെലിവറി എന്ന് പറയുമ്പോൾ പോലും സുബ്ഹാനല്ലാഹ് അതിന്റെ കൂടെ എന്താണ് ഇൻഷാ അള്ളാഹ് വേണം. കാരണം അവരുടെ എക്സ്പീരിയൻസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് നടക്കുള്ളൂ. ആ പറയുന്നത് ഡോക്ടർക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇൻഷാ അള്ളാഹ് പറയണം. ഓക്കെ. അല്ലെങ്കിൽ ഈ അറിയാതെ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവര് എന്തായി വൈബ് എനിക്ക് അറിയാം അല്ലെങ്കിൽ ഫ്യൂച്ചർ എനിക്ക് അറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തിന് ഒരു അവകാശിയാവുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ഫോർച്യൂൺ ടെല്ലേഴ്സിന്റെ ഭാവി പ്രവചകന്മാരിൽ പെട്ടുപോകും. അതുപോലെ എന്തും ഇപ്പം നമ്മളെ നാട്ടിലിപ്പം ഒരു വരൾച്ച പ്രൊഡിക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആളുകളുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു, അതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല എന്ന് പറയാണ്. ഓക്കെ, അതുകൊണ്ട് എന്തായാലും വരൾച്ച ഉണ്ടാവും. അങ്ങനെയുള്ള അവലോകനങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഈവൻ അത് പറയുമ്പോൾ പോലും ഇൻഷാ അള്ളാഹ് പറയണം. കാരണം ഇപ്പോഴത്തെ സ്ഥിതി വിവരം വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നാളെ ചിലപ്പം ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ഫുഡ് ഉണ്ടാക്കിക്കൂടാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ എൽമ കൊടുക്കുന്നവൻ. അള്ളാഹുവിന് നാളെ ഇത്രയും ഇപ്പോഴുള്ള ജനസംഖ്യക്ക് അനുസരിച്ച് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റൂല എന്നില്ലല്ലോ. അപ്പം അവിടെ പോലും ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. അതുപോലെ നമ്മൾ ഇപ്പം ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെ, കെമിക്കൽസ്, അന്തരീക്ഷത്തിലുള്ള ഡിഫറെന്റ് കെമിക്കൽസ്, ഓസോൺ പാളിയിലെ വിള്ളല്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കും, ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഒരു മുസ്ലിം ശാസ്ത്രജ്ഞൻ, ഒരു വിശ്വാസിയായ ശാസ്ത്രജ്ഞനാണ് പറയുന്നതെങ്കിലും ഈവൻ അത് കേട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പോലും അതിന്റെ കൂടെ എന്താണ് ഇൻഷാ അള്ളാഹ്. കാരണം നാളെ അതിന് ഓവർകം ചെയ്യുന്ന ഒരു ടെക്നോളജി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കൊണ്ടുവരാൻ പ്രയാസമൊന്നുമില്ല അല്ലെ. അതിന് തടയാൻ അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. അപ്പം ഇൻഷാ അള്ളാഹ്. അതുപോലെ നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ, ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പലതും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പലരുടെയും ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് നോക്കി ഇങ്ങനെ അവർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ ഇന്നത് സംഭവിക്കുന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചതായിരിക്കും, വേറുള്ളവരുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചായിരിക്കും. അപ്പൊ നമ്മൾ സംസാരത്തിന്റെ ഒഴുക്കിൽ ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ പറയാറുണ്ട് അല്ലെ, എനിക്ക് അപ്പോഴേ അറിയാം അത് അങ്ങനെ നടക്കുള്ളൂ, ഇനി നോക്കിക്കോ ഓരോ ലൈഫ് അങ്ങനെ തന്നെ ആവുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ആരാ നമ്മള് ഭാവി പ്രവചിക്കുക? ഇൻഷാ അള്ളാഹ്. അത് അങ്ങനെ എക്സ്പീരിയൻസ് നിന്ന് ലേൺ ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, എക്സ്പീരിയൻസ് നിന്ന് ലേൺ ചെയ്യാം. നമ്മള് ജീവിതത്തിൽ മുമ്പ് നടന്നിട്ടുള്ള പല കാര്യങ്ങളും ചാനലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പുള്ള പല ജനതകളെ കുറിച്ചുള്ള കഥകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച്, അവർ ചെയ്ത തെറ്റുകൾ നമ്മളെ പഠിപ്പിച്ച്, ആ തെറ്റുകളിൽ അവരെങ്ങനെ നശിപ്പിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച് അല്ലെ, അവരിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളണം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ജീവിതം കാണണം, ജീവിതം കണ്ട് പഠിക്കണം, ജീവിതം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവണം എന്ത് സംഭവിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇൻഷാ അള്ളാഹ്. ഓക്കെ, ആളുകളോട് പറയാം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചാലേ അത് നടക്കുള്ളൂ. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വിട്ടുപോണ ഒരു കാര്യമാണ് അത്. എനിക്ക് അപ്പോഴേ അറിയാതെ അങ്ങനെയാന്ന് അല്ലെ. അങ്ങനെ അറിയാന്ന് എപ്പോഴേ അറിയാന്ന്? നമ്മളാരാ? അല്ല അലീമാണോ? അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അല്ലെ. അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നമുക്കൊരു ഷെയർ വേണ്ട. തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഒരു പവറും ഭൂമിയിൽ വേണ്ട. നമുക്ക് എന്തറിയാന്ന് പറഞ്ഞിട്ടും നമുക്ക് ശിർക്ക് ചെയ്തുകൊണ്ട് നമുക്കത് വേണ്ട. നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ പെട്ടുപോകാറുള്ള ഒരു കാര്യമാണ്, തൗബ ചെയ്ത് മടങ്ങേണ്ട ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇൽം ടു അമൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഈ ആഴ്ചയിലെ ആയത്തുകളിൽ ഇതില്ല, പക്ഷെ അതിന്റെ കൂടെ എഴുതുക, തൗബ ചെയ്ത് മടങ്ങുക. ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതിനു മുമ്പ് തൗബ ചെയ്തിട്ടില്ല എന്നുള്ളവർ ആണെങ്കിൽ. ഓക്കെ, അപ്പം എപ്പോഴും ഹമ്പിൾ ആയിരിക്കും. അള്ളാന്റെ മേലെ നമ്മൾ പോണ്ട, അള്ളാന്റെ ഈക്വൽ ആയിട്ട് നമ്മൾ പോണ്ട. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, അതായത് വൈബായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് യഖീൻ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. യൗമുൽ ഖിയാമ അല്ലെ, യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ നമുക്ക് യഖീൻ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകൾ, ഖദർ, ഇതൊക്കെ നമുക്ക് യഖീൻ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അവിടെ നമ്മൾ ഇൻഷാ അള്ളാഹ് കൂട്ടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉറപ്പായിട്ടും മരണം ഉറപ്പാ അല്ലെ. അവിടെ അള്ളാഹു ഉദ്ദേശിച്ചാൽ മരിക്കും, അല്ല അത് നമുക്ക് യഖീൻ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ശരിക്കും ഓരോ കാര്യങ്ങളും, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ചിന്തിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമ്മുടെ മനസ്സിനെ ആ ഒരു രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് ഈസിയാണ്. പിന്നെ അതിന്റെ മേലെ ഇൻഫർമേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അടിത്തറ കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ഇൻഫർമേഷൻ വരുമ്പോഴും അത് തെറ്റാവുമ്പോൾ അതിനെ പറിച്ചു കളയാനും ശരിയായതിനെ സ്വീകരിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമുണ്ടാവും. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു മനസ്സും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ശരികളെ സ്വീകരിക്കുകയും തെറ്റുകൾ നമ്മൾ തടയാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹു തൗഹീദിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു ജീവിതം
നമുക്കെല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ. അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന എന്തൊരു കാര്യത്തിലേക്കും പെട്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾക്കും നമ്മളുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പൂർവികന്മാർക്കും നമ്മുടെ മക്കൾക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. തൗബ ചെയ്യേണ്ട കാര്യങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക തന്നെ ചെയ്യുക. അതിന് പകരം നന്മകൾ ചെയ്യേണ്ടടുത്ത് നന്മകൾ ചെയ്ത് തിന്മകളെ മറയ്ക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലാഹ് അവിടെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ അമലുകളൊക്കെ ഇല്ലാതായി പോകുന്ന രീതിയിൽ ഷിർക്കിന്റെ പേരിൽ നമ്മൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം സുബ്ഹാനല്ലാഹ് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أعوذ بك أن أشرك بك وأنا أعلم واستغفرك لما لا أعلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.